7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ 4th ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് മാസ് നമ്പറിനെ പറ്റിയിട്ടാണ് മെയിൻലി പഠിക്കാൻ പോകുന്നത്. പിന്നെ മിക്സ്ചേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മിക്സ്ചേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. RRB JEE സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് വരുന്ന ഒരു സെഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊന്ന് മെമ്മറൈസ് ചെയ്യിലേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ നോക്കി 2015 ചോദിച്ചതാണ്. The charges on aluminium and sulfate iron are +3 and -2 respectively. The correct molecular formula of aluminium sulfate. Aluminium sulfate correct molecular formula നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് തന്നിട്ടുണ്ട്? ചാർജ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ എന്താണ് ആൻസർ വരിക? അലൂമിനിയം സൾഫേറ്റിന്റെ കറക്റ്റ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്ത് വരും? ഒന്ന് കമന്റ് ചെയ്തേ, എന്ത് വരും? ചാർജ് തന്നിട്ടുണ്ടല്ലേ, അപ്പൊ എന്ത് ചെയ്താൽ മതി? അത് ക്രിസ് ക്രോസ് ചെയ്താൽ മതി അല്ലെ? ചാർജസ് ജസ്റ്റ് ഒന്ന് ക്രിസ് ക്രോസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? എന്താണ് നമ്മൾ ചെയ്യുക? നമുക്ക് എഴുതി പോവാം. അതായത് അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം എന്താണ് അലൂമിനിയം എന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് അലൂമിനിയം 3 ആണ് അതിന്റെ വാലൻസി, ആൻഡ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ SO4 ആണ് അതിന്റെ വാലൻസി 2 ആണ് അല്ലെ? നമ്മൾ പഠിച്ചു സൾഫൈറ്റ്, സൾഫേറ്റ്, കാർബണേറ്റ് 2 ആണ്, ഫോസ്ഫേറ്റ് 3 ആണ്, ബാക്കി എല്ലാവരുടെയും ബാലൻസി 1 ആണ് എന്ന് നമ്മൾ പഠിച്ചു. ക്രിസ് ക്രോസ് ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടും? ALന് 2 കിട്ടും, ആൻഡ് SO4ന് എന്ത് കിട്ടും? SO4 thrice എന്ന് കിട്ടും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കോമൺ നെയിംസ് പഠിക്കണം. എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് ഈ ഒരു കോമൺ നെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കെമിക്കൽ ഫോർമുല പഠിക്കണം, കെമിക്കൽ നെയിമും പഠിക്കണം, കോമൺ നെയിമും പഠിക്കണം. കോമൺ നെയിമാണ് എക്സാമിന് മെയിൻലി ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കും. ഈ കോമൺ നെയിം ചോദിച്ചിട്ട് നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഓപ്ഷനിൽ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ നെയിം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ സോളിഡ് കാർബൺ ഡയോക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഡ്രൈ ഐസിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്? ഡ്രൈ ഐസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നേ. ഒന്ന് കമന്റ് ചെയ്തേ, ഡ്രൈ ഐസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഡ്രൈ ഐസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഡ്രൈ ഐസിനെ ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എന്തായിരുന്നു ഡ്രൈ ഐസിന്റെ പ്രത്യേകത? യെസ്, സബ്ലിമേഷൻ ആയിരുന്നു. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സബ്ലൈമബിൾ ആണ്. ഡ്രൈ ഐസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറും അല്ലെ? ദർ ഇസ് നോ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ ബിറ്റ്വീൻ. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അത് ഗ്യാസ് ആയിട്ട് മാറും. ഡ്രൈ ഐസ് സബ്ലൈമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പം സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ്. ഇനി നോക്കിക്കേ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതിനെ CaOH ട്വൈസിനെയാണ് നമ്മൾ സ്ലീക്കഡ് ലൈം എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ സ്ലീക്കഡ് ലൈം എന്താണെന്ന്. അപ്പൊ CaOH ട്വൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ലീക്കഡ് ലൈം എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും. കണ്ടോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കോസ്റ്റിക് സോഡ. അപ്പൊ വിച്ച് among the following is known as caustic soda എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ സോഡ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇറ്റ് ഇസ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്.
ഇനി നോക്കിക്കേ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റിക് പൊട്ടാഷ് എന്ന് വിളിക്കും. ഓക്കെ, കോസ്റ്റിക് പൊട്ടാഷ്. അപ്പൊ കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി നോക്കിക്കേ, CaO കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യുക്ലൈൻ എന്ന് വിളിക്കും. ഈ കാൽസ്യത്തിന്റെ ആണ് എപ്പോഴും ചോദിക്കുക കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ സ്ലേറ്റഡ് ലൈം എന്ന് വിളിക്കും. കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ ക്യുക്ലൈൻ എന്ന് വിളിക്കും. അതേപോലെ നോക്കിക്കേ, സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എന്ത് വിളിക്കും? സോഡിയം ബൈകാർബണേറ്റ് ഇസ് ബേക്കിംഗ് സോഡ ആൻഡ് സോഡിയം കാർബണേറ്റിന് എന്താ നമ്മൾ വിളിക്കുക? സോഡ ആഷ് എന്ന് വിളിക്കും. സോഡിയം കാർബണേറ്റ് ഇസ് നോൺ ആസ് സോഡ ആഷ്. കെമിക്കൽ ഫോർമുല ശ്രദ്ധിക്കണം. സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? Na2CO3 ആണ്. സി ഇപ്പൊ നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് Na2CO3 ഫോർമുല പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓൾറെഡി ഫോർമുല എഴുതാനായിട്ട് പഠിച്ചിരുന്നു അല്ലെ? എങ്ങനെയാണ്? നമുക്കറിയാം Na എന്ന് പറഞ്ഞാൽ അതിന്റെ വാലൻസി എന്താണ്? 1 ആണ്. +1 ചാർജിലാണ് ഇരിക്കുന്നത്. CO3 എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ഇരിക്കുന്നത്? CO3 കാർബണേറ്റ് -2 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ 2 അല്ലെ? അപ്പൊ ഇവരുടെ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Na2CO3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് സോഡിയം കാർബണേറ്റ്. അതിന് നമ്മൾ എന്താ പറയുന്നത്? സോഡ ആഷ് എന്നാണ് സോഡിയം കാർബണേറ്റിനെ വിളിക്കുന്നത്. ആൻഡ് 7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. സോഡിയം ബൈകാർബണേറ്റിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ബേക്കിംഗ് സോഡ എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്ക്, കാൽസ്യം കാർബണേറ്റ് CaCO3. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർബിൾ അല്ലെങ്കിൽ നമ്മളുടെ ചോക്ക് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ഒക്കെയാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്ത് അത് എന്തായിട്ട് മാറും? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് അത് ക്യുക്ലൈം ആയിട്ട് മാറും. സി കാൽസ്യം കാർബണേറ്റിനെ ഞാൻ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. CaCO3 ഞാൻ ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. CaCO3 ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? അത് CaO ആയിട്ട് മാറും. ദാറ്റ് ഇസ് ക്യുക്ലൈം ആയിട്ട് മാറും. അപ്പൊ CaOയും എന്താണ്? CO2 ആയിട്ട് മാറും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് വരും? പറന്നു പോകും അല്ലെ? അപ്പൊ കാൽസ്യം കാർബണേറ്റ്, അതായത് ലൈം സ്റ്റോണിനെ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ, ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആളാണ് എന്ത്? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്, CaO എന്ന് പറയുന്നത് കേട്ടോ. ഇനി കാൽസ്യം ഓക്സൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ എനിക്ക് കിട്ടുന്ന ആളാണ് CaOH2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് കെമിക്കൽ ഫോർമുലേസ്, കെമിക്കൽ ഇക്വേഷൻസിനേക്കാളും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ കോമൺ നെയിം ആണ് മോസ്റ്റ്ലി ചോദിക്കുക. CaOH2ഉം CaO ഒക്കെ എപ്പോഴും ചോദിക്കും. സോഡിയം ബൈകാർബണേറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. ബേക്കിംഗ് സോഡ എന്താണെന്ന് എപ്പോഴും ചോദിക്കും. ഇറ്റ് ഇസ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്താണ്? സോഡ ആഷ് ആണ്. കോസ്റ്റിക് സോഡ എന്താണ്? NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? KOH ആണ്. ഓക്കെ, ഇനി സോഡിയം നൈട്രേറ്റ് NaNO3. സോഡിയം നൈട്രേറ്റിന്റെ പേര് നോക്കിക്കേ, ചില്ലി സോൾപീറ്റർ. ഇതും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ചില്ലീസ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഒരു തവണ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പം അതിനെല്ലാം കൂടി എടുത്ത് ഞാൻ ടേബിൾ ആക്കിയിരിക്കുന്നതാണ്. RRB JEEക്ക് മാത്രമല്ല SCJEക്കും അതുപോലെ കെമിസ്ട്രി കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന എക്സാംസിനും ഒക്കെ ചോദിച്ചിരിക്കുന്നതാണ്. എല്ലാത്തിനും കൂടി എടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ സോഡിയം നൈട്രേറ്റ് നോക്കിക്കേ, ചില്ലി സോൾപീറ്റർ ആണ്. ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് നോക്കുക, സോൾപീറ്റർ. പൊട്ടാസ്യം നൈട്രേറ്റിനെ നമ്മൾ സോൾപീറ്റർ എന്ന് വിളിക്കും. സോഡിയം നൈട്രേറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ചില്ലി സോൾപീറ്റർ എന്ന് വിളിക്കും. ഇനി ഇത് നോക്കി, ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലെ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ കോസ്റ്റിക് പൊട്ടാഷ് എന്ന് വിളിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കും. ഇവിടെ
പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ സോൾട്ട് പീറ്റർ, സോഡിയം നൈട്രേറ്റ് ആണെങ്കിൽ ചിലി സോൾട്ട് പീറ്റർ. ഇനി സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം എന്താണ്, നമ്മളുടെ ഉപ്പാണ് അല്ലെ, NaCl, നമ്മളുടെ ടേബിൾ സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എന്താണ്, ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട്. ഇനി നോക്കിക്കാം, ലോഫിംഗ് ഗ്യാസ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. N2O ആണ്, ഡൈ നൈട്രജൻ മോണോക്സൈഡ് ആണ് ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മോസ്റ്റ്ലി ഇപ്പം എന്താ പറയാ, ഇപ്പൊ കുറെ റീൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ബലൂണിന്റെ ഉള്ളിൽ ലോഫിംഗ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് ആ ബലൂൺ ഇവർ പോപ്പ് ചെയ്യും. അപ്പൊ ഈ ലോഫിംഗ് ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്മെല് ചെയ്യാന്നത് നമുക്ക് ചിരി വരും. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചിരി വരും. അതേപോലെ നമ്മളുടെ വോയിസിനും ഒരു ചേഞ്ച് വരും. ലോഫിംഗ് ഗ്യാസ് സ്മെല് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ വോയിസ് കുറച്ച് ഫണ്ണി വോയിസ് ആയിട്ട് വരും. പക്ഷെ എന്താണ്, ഒരു ലോഫിംഗ് ഗ്യാസ് അങ്ങനെ ഒരുപാട് എമൗണ്ടിൽ നമ്മൾ ബ്രീത്ത് ചെയ്യണത് നല്ലതല്ല. ഓക്കെ, അപ്പൊ ലോഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ N2O ആണ്. N2O is known as the laughing gas. ഇനി സിൽവർ നൈട്രേറ്റ് AgNO3 ആണ്. സിൽവർ നൈട്രേറ്റിന്റെ പേര് നോക്കാം, ലൂണാർ കോസ്റ്റിക് എന്നാണ് കേട്ടോ. അപ്പൊ കോസ്റ്റിക് പൊട്ടാഷ് ആരായിരുന്നു? ഹൂസ് കോസ്റ്റിക് പൊട്ടാഷ്? കോസ്റ്റിക് പൊട്ടാഷ് ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യും. കോസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാഷ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ആണ് അല്ലെ. കോസ്റ്റിക് പൊട്ടാഷസ്, കമന്റ് ചെയ്തേ ഐഡിയൽ ആയിട്ടിരിക്കല്ലേ, കമന്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, യെസ് KOH ആണ്. കോസ്റ്റിക് സോഡ ആണെങ്കിൽ എന്താണ്, NaOH ആണ്. കമന്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓർക്കുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് കേട്ട് ജസ്റ്റ് TV കാണുന്ന ഒരു മൂഡിലാണ് ഇരിക്കുന്നുണ്ടാവുക. കമന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളത് ഈവൻ നമ്മുടെ ബ്രെയിനും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ KOH കോസ്റ്റിക് പൊട്ടാഷ് ആണ്, കോസ്റ്റിക് സോഡ NaOH ആണ്. ഇനി ഇവിടെ എന്താ നമ്മൾ പഠിച്ച ലൂണാർ കോസ്റ്റിക് എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് ഇസ് നോൺ ആസ് ലൂണാർ കോസ്റ്റിക്. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരാളാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ നോക്കിക്കേ, CaOCl2, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. CaOCl2, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് എന്താണ്, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, CaOCl2. ആ ഒരു ഫോർമുലയും കൂടി ഓർത്ത് വെക്കുക കേട്ടോ, ഫോർമുലയും കൂടി ഓർത്ത് വെക്കുക. CaOCl2. ഇനി ബ്ലീച്ചിങ് പൗഡറിൽ എത്ര എമൗണ്ട് ഓഫ് ക്ലോറിൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ 30 to 35% ഓഫ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ക്ലോറിൻ ഇൻ ബ്ലീച്ചിങ് പൗഡർ ആണ് ചോദിക്കുന്നത് എങ്കിൽ എന്താണ്, ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിന്റെ എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. ബ്ലീച്ചിങ് പൗഡറിൽ എന്താണ് 30 to 35% എന്തുണ്ട്, 30 to 35% ഓഫ് ക്ലോറിൻ ഉണ്ട്. ബ്ലീച്ചിങ് പൗഡറിൽ എത്ര ക്ലോറിൻ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ 30 to 35% എന്തുണ്ട്, ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ ഉണ്ട്. 30 to 35% ഓഫ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലുണ്ട്. 30 to 35% ഓഫ് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് സോൾട്ട് പീറ്റർ? സോൾട്ട് പീറ്റർ കണ്ട 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത്? NaNO3 ആണോ അതോ KNO3 ആണോ? NaNO3 is ചിലി സോൾട്ട് പീറ്റർ അല്ലെ. ആരാണ് സോൾട്ട് പീറ്റർ? ഓപ്ഷൻ B is the correct answer അല്ലെ. KNO3 is known as saltpeter and NaNO3 is known as എന്താണ്, ചിലി saltpeter ആണ്. ചിലി saltpeter ആണ് NaNO3 എന്ന് പറയുന്നത്. For option B is the correct answer. KNO3 ആണ് saltpeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി the chemical formula of CuNO3 twice corresponds to. നോക്കിക്കേ, RRB JEE 2019 ലാസ്റ്റ് ഇയറിൽ നടന്നിരുന്ന RRB JEE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങൾ ആൻസർ പറയാൻ പോകുന്നത്? കെമിക്കൽ ഫോർമുല ഓഫ് നമ്മളുടെ CuNO3 ട്വൈസ് കറസ്പോണ്ട്സ് ടു എന്താ വരിക? ഇതെങ്ങനെ നമ്മൾ എഴുതാന്നറിയോ? ദിസ് ഇസ് നമ്മള് മെറ്റൽസ് വരില്ലേ, അതായത് ഇപ്പൊ കോപ്പർ ഇസ് എ മെറ്റൽ. മെറ്റൽസിന്റെ കെമിക്കൽ ഫോർമുല വരാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോപ്പർ എന്ത് ചാർജിലാണ് ഇരിക്കുന്നത്, കോപ്പറിന്റെ മുകളിലുള്ള ചാർജ് ഇല്ലേ,
അതിനെ നമ്മൾ ബ്രാക്കറ്റ്സിന്റെ ഉള്ളില് റോമൻ ലെറ്റേഴ്സിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോ നമുക്ക് വേണ്ട ആളെന്ന് പറഞ്ഞ ആരാണ്? CuNO3, കോപ്പർ നൈട്രേറ്റ് ആണ് അല്ലെ. അപ്പൊ കോപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? നൈട്രേറ്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നൈട്രേറ്റിന്റെ ചാർജ് എത്രയാണ്? -1 ആണ്. കോപ്പറിന് ഇവിടെ ഒരു 2 ഇവർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇവിടെ 2 ആയതുകൊണ്ട് കോപ്പറിന് ഞാൻ പറഞ്ഞു കോപ്പറിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാം, 2 വാലൻസി കാണിക്കാം, +1 കാണിക്കാം, +2 കാണിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഡി ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആണ് കോപ്പർ. ഡി ബ്ലോക്ക് എലമെന്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാവും. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഈ ചാർജ് ആണ് അല്ലെ. ഇത് കാണിക്കുന്ന ഈ ഒരു ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ചാർജ്ഡ് വാലൻസി ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോപ്പർ ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതയാണ് എന്ത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പൊ പൊതുവെ കോപ്പർ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും, +1 +2. അപ്പൊ ഈ കോമ്പൗണ്ടിൽ നമുക്ക് തന്നിട്ടുണ്ട് ട്വൈസ് തന്നിട്ടുണ്ട് അല്ലെ, CuNO3 ട്വൈസ്. അപ്പൊ 2 ആണ് കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇതിലത്തെ മെറ്റൽ ആയിട്ടുള്ള കോപ്പറിനെ എഴുതി അല്ലെ. കോപ്പർ നൈട്രേറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ കോപ്പർ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ്സിന്റെ ഉള്ളില് ഈ ഒരു 2 ഇല്ലേ, അത് റോമൻ ലെറ്റേഴ്സിൽ നമ്മൾ എങ്ങനെ എഴുതും? കോപ്പർ 2 നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതും. സോ നമ്മുടെ എന്താണ് മെറ്റൽസിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു എന്താണ് ദിസ് ഫോം ഓഫ് റൈറ്റിംഗ് കെമിക്കൽ ഫോർമുല എഴുതുന്നത്. ബിക്കോസ് ഓൺലി ഇൻ കേസ് ഓഫ് മെറ്റൽസിന് മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കോപ്പർ 1 നൈട്രേറ്റ് ഉണ്ട്, കോപ്പർ 2 നൈട്രേറ്റ് ഉണ്ട്, കോപ്പർ നൈട്രൈറ്റ് ഉണ്ട്. നൈട്രൈറ്റ് അല്ല, കോപ്പർ നൈട്രൈറ്റ് അല്ല, കോപ്പർ നൈട്രൈഡ് എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. കാൽസ്യം നൈട്രേറ്റ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. വാലൻസി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. കോപ്പർ 2 നൈട്രേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതാ ഇവിടെ ഓപ്ഷൻ C കൊടുത്തിരിക്കുന്നത് കോപ്പർ നൈട്രൈഡ് ആണ്. കോപ്പർ നൈട്രൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. കോപ്പർ നൈട്രൈഡ്. അപ്പൊ കോപ്പർ നൈട്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാം. നോക്കുക, കോപ്പറിന്റെ ഇവിടത്തെ ചാർജ് എന്ന് പറയുന്നത് +1 ഇരിക്കുന്നത്. കോപ്പർ ഇസ് ഇൻ +1 ചാർജിലാണ് ഇരിക്കുന്നത്. ആൻഡ് നൈട്രജൻ നമുക്കറിയാം എന്താണ് നൈട്രജന്റെ വാലൻസി? നൈട്രജൻ -3 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവരെ ക്രിസ് ക്രോസ് ചെയ്തു. ക്രിസ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറിന് എന്ത് കിട്ടും? Cu3 ആകും ആൻഡ് Cu3N വരും. അപ്പൊ ഈ ഒരു കെമിക്കൽ കോപ്പർ നൈട്രൈഡ്, കോപ്പർ 1 നൈട്രൈഡ് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയായിരിക്കും? Cu3N ആയിരിക്കും അല്ലെ. കോപ്പറിന്റെ വാലൻസി 1 ആണ് എന്നിവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Cu3N കിട്ടി. ഇത് 2 രീതിയിൽ ചോദിക്കാട്ടോ. Cu3N തന്നിട്ട് ഇതിന്റെ കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോപ്പർ 1 നൈട്രൈഡ് എന്ന് തന്നിട്ട് അതിന്റെ കെമിക്കൽ ഫോർമുല ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്ത് ചോദിക്കാം. അപ്പൊ കോപ്പർ നൈട്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Cu3N. കോപ്പർ 1 നൈട്രൈഡ് എന്ന് പറഞ്ഞാൽ Cu3N ആണ്. ഇനി കോപ്പർ 2 നൈട്രൈഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? കോപ്പർ 2 നൈട്രൈഡ് എന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇവിടെ കോപ്പർ 2 ആണ്. അപ്പൊ കോപ്പറിന്റെ വാലൻസി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കോപ്പറിന്റെ ചാർജ് +2 ഇരിക്കുന്നത്, നൈട്രജൻ -3 വാലൻസി 2 ആണ്, ഇതിന്റെ 3 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ക്രിസ് ക്രോസ് ചെയ്തു. ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? Cuന് 3 കിട്ടി, Nന് 2 കിട്ടി, Cu3N2 എന്ന് കിട്ടും. അപ്പൊ കോപ്പർ 2 നൈട്രൈഡിന്റെ കെമിക്കൽ ഫോർമുല ഇസ് Cu3N2. അപ്പൊ Cu3N2ന്റെ കെമിക്കൽ നെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോപ്പർ 2 ടൈംസ് നൈട്രൈഡ് എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ ഇത് ചോദിക്കും. എന്തായാലും ഈ കെമിക്കൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ് എന്നുള്ള ഒരു സാധനം സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, കുറച്ചും കൂടി എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം കളയാനുള്ള ടൈം കൺസ്യൂമിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇവിടുന്ന് ചാൻസസ് ഉണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ ആണോ? കെമിക്കൽ ഫോർമുല എഴുതുന്നത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കെമിക്കൽ ഫോർമുല എഴുതുന്നതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്തേ. യെസ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
What is a common name for sodium bicarbonate? Sodium bicarbonate in the common name endana. 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 It is baking soda. അല്ലേ സോഡിയം ബൈകാർബണേറ്റ് എന്താണ് ബേക്കിംഗ് സോഡ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയണം സോഡിയം ബൈകാർബണേറ്റ് ഇസ് ബേക്കിംഗ് സോഡ. കോസ്റ്റിക് സോഡ ആരായിരുന്നു? കോസ്റ്റിക് സോഡ ആരായിരുന്നു? കോസ്റ്റിക് സോഡ ഇസ് NaOH ആണ് കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. സോഡ ലൈം ഇല്ല, സോഡ ബേക്കിംഗ് സോഡയാണ് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കാം. ബാലൻസ് ഇലക്ട്രോൺ ഇൻ ദ എലമെന്റ് എ ആർ 3 ആൻഡ് ദ എലമെന്റ് ബി ആർ 6. മോസ്റ്റ് പ്രോബബിൾ കോമ്പൗണ്ട് ഫോം ഫ്രം എ ആൻഡ് ബി. എയും ബിയും തമ്മിൽ ഫോം ചെയ്യുന്ന മോസ്റ്റ് പ്രോബബിൾ കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പറഞ്ഞ വേഗം ആൻസർ പറഞ്ഞേ. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ എ ആണ് പറയുന്നത്. അൻവൻ തന്നെയല്ലേ പേര്? അൻവൻ ഇസ് സേയിങ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം, നോക്കിക്കാം. എയുടെ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് ആണ് തന്നിരിക്കുന്നത്, നോട്ട് വാലൻസി. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? വാലൻസ്. ഓ പറയൂ. നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസറാ, ഇതിന്റെ ഉത്തരം അറിയില്ല. ഓ, ഇതിന്റെ ഉത്തരം അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരുന്നു എ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? വാലൻസ് ഇലക്ട്രോൺ ആണ് തന്നിരിക്കുന്നത് അല്ലെ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വാലൻസ് ഇലക്ട്രോൺസ് ആണ് തന്നിരിക്കുന്നത്, വാലൻസി അല്ല തന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് എലമെന്റ് എന്ന് പറഞ്ഞു, എയും ബിയും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ നമുക്ക് സംശയം എന്താ ഉള്ളത്? എനെ ആദ്യം എഴുതണോ ബിനെ ആദ്യം എഴുതണോ അല്ലെ? ആരാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആള്, ആരാണ് നെഗറ്റീവ് ചാർജിൽ ഇരിക്കുന്നത്? അതിന്റെ ഒരു സംശയം വരും. ഓപ്ഷനിലേക്ക് നോക്കി എല്ലാത്തിലും എ ബി എന്നാണ്, അപ്പൊ എ തന്നെയാണ് ആദ്യം. ഇനി വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് എഴുതാം. ഞാനിവിടെ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ദിസ് ഇസ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ എഴുതുമ്പോൾ എയുടെ വാലൻസ് ഇലക്ട്രോൺ 3 ആണെന്ന് തന്നിട്ടുണ്ട്, ബിയുടെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ് തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണോ കെമിക്കൽ ഫോർമുല എഴുതുക? അല്ല, നമ്മൾ എന്ത് വെച്ചിട്ടാ എഴുതുക? വാലൻസി വെച്ചിട്ടാണ് എഴുതുക അല്ലെ? എയുടെ വാലൻസ് ഇലക്ട്രോൺസ് 3 ആണ്. നമ്മൾ പഠിച്ചു വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ് വരുന്നത് എങ്കിൽ വാലൻസി എങ്ങനെയായിരിക്കും? വാലൻസിയും സെയിം തന്നെയാണ് വരിക. വാലൻസി എങ്ങനെയാണ്? 1, 2, 3, 4 എന്ന് വരും. ഇനി വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 5, 6, 7 എന്ന് വരികയാണ്, അല്ലെങ്കിൽ 5, 6, 7, 8 എന്ന് വരികയാണെങ്കിൽ വാലൻസി എങ്ങനെ വരും? വാലൻസി is equal to 8 minus 5 അതായത് 3. പിന്നെ എന്ത് വരും? 8 minus 6 അതായത് 2. 8 minus 7 അതായത് 1. 8 minus 8 അതായത് 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എയുടെ വാലൻസ് ഇലക്ട്രോൺസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ വാലൻസി എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. കാരണം വാലൻസ് ഇലക്ട്രോൺ 1, 2, 3, 4 വരികയാണെങ്കിൽ വാലൻസിയും സെയിം തന്നെയാണ് വരിക. ഇനി ബിയുടെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. അതായത് ബിയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ബിക്ക് ഒക്ടറ്റ് കിട്ടാൻ എത്ര ഇലക്ട്രോൺസ് വേണം? 2 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പൊ എന്ത് പറ്റി? ബാലൻസ് ഇ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? നമുക്ക് ഇവിടെ ആരാ പോസിറ്റീവ് ആരാ നെഗറ്റീവ് എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില്
3 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ എ എന്താ ചെയ്യാ, ഈ 3 ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് നോക്കും. അപ്പം എ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് എഴുതും, എനെ ഫസ്റ്റ് എഴുതുന്നു. എ ആണ് പോസിറ്റീവ് അല്ലെ, എ ആണ് ഡോണർ എന്ന് പറയുന്നത്. ബി എന്ത് ചെയ്യും, എവിടെന്നെങ്കിലും 2 ഇലക്ട്രോൺ മേടിക്കാൻ നോക്കും. അപ്പൊ ബിക്ക് ഇഫക്റ്റീവ്ലി ഒരു നെഗറ്റീവ് ആണ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇവരുടെ വാലൻസീസ് കിട്ടി നമ്മൾ ഇവരെ ക്രിസ് ക്രോസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്ത് വരും, A2B3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. A2B3 ഇസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ ആൻമൻ? ഇപ്പൊ ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? എവിടെ പോയി? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആൻവിൻ ഒന്ന് കമന്റ് ചെയ്യൂ. ആൻവിന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ക്ലിയർ ആണ്. എവിടെയാ മറ്റേ ആൾ എവിടെ? യെസ്, ആഗ്നേഷനും ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ A2B3 കിട്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സ്ലീക്കഡ് ലൈൻ? ഏതാണ് സ്ലീക്കഡ് ലൈൻ എന്ന് വിളിക്കുന്നത്? ആരെയാണ് നമ്മൾ ഇതില് സ്ലീക്കഡ് ലൈൻ എന്ന് വിളിക്കുന്നത്? ആരെയാണ് നമ്മൾ ഇതിൽ സ്ലീക്കഡ് ലൈൻ എന്ന് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു CaO എന്ന് പറയുന്ന ക്യുക്ക് ലൈം ആണ്. CaCO3 കാൽസ്യം കാർബണേറ്റ് ആണ്. അതാരാണ്? ലൈംസ്റ്റോൺ ആണ്. ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ഇസ് ബേക്കിംഗ് സോഡ. അപ്പം CaOH2 കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആര്? സ്ലീക്കഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ലീക്കഡ് ലൈനിനെ പറ്റി പറയുമ്പോ ഒരു 2 പേരുടെ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സ്ലീക്കഡ് ലൈൻ എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞു സ്ലീക്കഡ് ലൈൻ. ഓക്കെ, സ്ലീക്കഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ CA സ്ലീക്കഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് CaOH ആണ് സ്ലീക്കഡ് ലൈൻ. ഇനി ഇവിടെ നമുക്ക് 2 കാര്യം പഠിക്കണം. സ്ലീക്കഡ് ലൈൻ എന്ന് പറയുമ്പോൾ ലൈം വാട്ടർ എന്താണെന്ന് നമുക്ക് പഠിക്കണം. ലൈം വാട്ടർ, അതേപോലെ രണ്ടാമത്തത് മിൽക്ക് ഓഫ് ലൈം എന്താണെന്നും നമുക്ക് പഠിക്കണം. മിൽക്ക് ഓഫ് ലൈമും ലൈം വാട്ടർ. അപ്പൊ ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് aqueous solution of CaOH2ന്റെ aqueous സൊല്യൂഷനെയാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ ഓഫ് CaOH2. അതായത് നമ്മള് സ്ലീക്കഡ് ലൈനിനെ ഉണ്ടാക്കി, അതായത് CaOH2 നമ്മൾ ഉണ്ടാക്കി. ഈ ഒരു CaOH2ലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഡിസോൾവ് ആകും. അങ്ങനെയുള്ള അതിന്റെ അക്വസ് സൊല്യൂഷനെ, വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. ഇനി മിൽക്ക് ഓഫ് ലൈം ആണെങ്കിൽ എന്തായിരിക്കും, അത് വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല, അതൊരു സസ്പെൻഷൻ ആയിട്ട് കിടക്കും. വെള്ളത്തിൽ എന്ത് ചെയ്യും, ഒരു സസ്പെൻഷൻ ആയിട്ട് കിടക്കും. സൊല്യൂഷനും സസ്പെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ലോണം ഡിസോൾവ് ആയിരിക്കും. അതായത് ഞാനിപ്പം വെള്ളത്തിൽ കുറച്ച് എന്ത് ചെയ്യാം, വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തു, അത് ഇറ്റ്സ് എ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയും. നല്ല രീതിയിൽ ഡിസോൾവ്ഡ് ആയിരിക്കും, ത്രൂ ഔട്ട് ഡിസോൾവ്ഡ് ആയിരിക്കും. എനിക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും, ഒന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സ്റ്റാർച്ചിനെ കാണാനായിട്ട് പറ്റും. അത് തറോലി മിക്സ്ഡ് അല്ലായിരിക്കും. അങ്ങനെ കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സസ്പെൻഷൻ എന്ന് പറയാം. അപ്പോൾ മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaOH2ന്റെ സസ്പെൻഷൻ ആണ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് CaOH2 ആണ്. ഓക്കെ, which of the following is not a slaked line? Okay, option is CaOH2. Option A is the correct answer. CaOH2, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത് പറയുന്നത്, സ്ലീക്കഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാസ് നമ്പർ എന്താണെന്നാണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, നമ്മളുടെ ഒരു ആറ്റത്തിന്റെ ഉള്ളില്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ
ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? ഒരു ആറ്റം എടുത്താൽ അതിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? ആരൊക്കെ ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ന്യൂക്ലിയസിന് പുറത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അവരിങ്ങനെ ഓർബിറ്റ്സിൽ കറങ്ങുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെയാണുള്ളത്? ആരൊക്കെയാണുള്ളത്? കമന്റ്. യെസ്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്രോട്ടോൺസിനെയും ഈ ന്യൂട്രോൺസിനെയും ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ്. ആറ്റത്തിന്റെ അകത്തുള്ള ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ് മാസ് നമ്പർ. അല്ലെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു അറ്റോമിക് നമ്പറിനെ നമ്മൾ എന്ത് വെച്ചാ റെപ്രസെന്റ് ചെയ്തിരുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറിനെ നമ്മൾ എന്ത് വെച്ചാ റെപ്രസെന്റ് ചെയ്യുക? അറ്റോമിക് നമ്പറിനെ നമ്മൾ Z വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ A വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. മാസ് നമ്പർ A is equal to, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A ആണ്. A is equal to നമുക്ക് എങ്ങനെ എഴുതാം? പ്രോട്ടോണിന്റെ എണ്ണം. പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ തന്നെ അല്ലെ. അപ്പൊ Z പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പൊ ഇതിൽ നിന്ന് A is equal to Z plus N എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഇറ്റ് is equal to A minus Z. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് ഞാനിപ്പോ ഒരു എലമെന്റ് എക്സിനെ കൺസിഡർ ചെയ്യണം. ഏതെങ്കിലും ഒരു എലമെന്റ് എക്സ്, അതിന്റെ മാസ് നമ്പർ നമ്മൾ അതിന്റെ ടോപ്പിലാണ് എഴുതുക, അറ്റോമിക് നമ്പർ അതിന്റെ ബോട്ടത്തിലാണ് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എലമെന്റിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പഠിക്കണം. അപ്പൊ നമുക്ക് ഓരോ ആളുകളുടെയും ആദ്യത്തെ 20 എലമെന്റ്സിന്റെ മാസ് നമ്പർ പഠിക്കാം. അപ്പൊ നോക്കിക്കേ, ഹൈഡ്രജന്റെ മാസ് നമ്പർ എത്രയാണ് വരുന്നത്? ഹൈഡ്രജന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ് വരുന്നത്. ഹീലിയത്തിന്റെ മാസ് നമ്പർ എത്ര വന്നു? ഡബിൾ ആയല്ലേ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്. അപ്പൊ ഹൈഡ്രജന്റെ അകത്തുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആണ്. അപ്പൊ നമുക്കറിയാം മാസ് നമ്പർ A is equal to എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ, Z plus N ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാണ്? A minus Z ആണ്. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജന്റെ A എന്ന് പറയുന്നതും 1 ആണ്, Z എന്ന് പറയുന്നതും 1 ആണ്. 1 minus 1 is equal to 0. ഹൈഡ്രജന്റെ അകത്ത് ആരില്ല? ന്യൂട്രോൺസ് ഇല്ല. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഹൈഡ്രജന്റെ അകത്തുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് നമ്പർ എടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. ഹീലിയത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 4 ആണ് വരുന്നത്. ലിത്തിയം ഇസ് അറ്റോമിക് നമ്പർ 3. ലിത്തിയത്തിന്റെ മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത്. ബെറീലിയം ഇസ് അറ്റോമിക് നമ്പർ 4. അതിന്റെ മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്. ബോറോണോ? ബോറോൺ ഇസ് അറ്റോമിക് നമ്പർ 5. അതിന്റെ മാസ് നമ്പർ എത്രയാ വരുന്നത്? 11 ആണ് വരുന്നത്. കാർബൺ ഇസ് അറ്റോമിക് നമ്പർ 6. മാസ് നമ്പർ 12 ആണ്. മാസ് നമ്പർ ബൈ ഹാർട്ട് പഠിക്കണം. ബിക്കോസ് നമ്മൾ ഇനി കെമിക്കൽ ഫോമിലേക്ക് നമ്മൾ ഇനി മോളിക്കുലർ മാസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മാസ് നമ്പറിന്റെ ആവശ്യമുണ്ട്. മാസ് നമ്പർ ബൈ ഹാർട്ട് പഠിക്കണം. നൈട്രജന്റെ 14 ആണ്, ഓക്സിജന്റെ 16 ആണ്, ഫ്ലൂറിന്റെ 19 ആണ്, നിയോണിന്റെ 20 ആണ്. അടുത്ത ആളാരാ? Sodium. Sodium is 23, magnesium is 24, aluminum is 27, silicon is 28, phosphorus is 31, sulfur is 32, chlorine is 35.5, argon is 40, potassium is 39, calcium is 40. ഇനി മാസ് നമ്പർ ഓർത്തിരിക്കാൻ ഞാനൊരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഓഡ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഓഡ് ആണ് എന്ന് വിചാരിക്കും. ഓഡ് അറ്റോമിക് നമ്പർ ആണ് എന്ന് വിചാരിക്കും. ഓഡ് അറ്റോമിക് നമ്പർ ആണ് വരുന്നത് എങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്, മാസ് നമ്പർ നമ്മൾ ഏന്ന് എഴുതണ്ട, നമുക്ക് മാസ് നമ്പർ തന്നെ എഴുതാം. ഓഡ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 2Z plus 1 ആണ്. 2 times Z plus 1 ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓഡ് അറ്റോമിക് നമ്പർ വരുന്ന ആരാണ്? ഹൈഡ്രജന് എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ എക്സെപ്ഷൻ ഉള്ളവരെ നമുക്ക് എഴുതാം. എക്സെപ്ഷൻ ഉള്ളത് ആർക്കൊക്കെയാണ്? എക്സെപ്ഷൻ ഉള്ളത്
ഹൈഡ്രജന് എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജന്റെ മാസ് നമ്പർ എത്രയാണ്? 1 ആണ് വരുന്നത്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ് വരുന്നത്. ഇനി ബാക്കി മുകളിലേക്ക് വരുമ്പോൾ ലിത്തിയം നോക്കിക്കേ 3 ആണ്. ലിത്തിയം 3 ആണ്. ലിത്തിയത്തിനൊന്നും എക്സെപ്ഷൻ ഇല്ല. അടുത്ത എക്സെപ്ഷൻ വരുന്നത് ആർക്കായിരുന്നു? നോക്കട്ടെ, നൈട്രജൻ എക്സെപ്ഷൻ ഉണ്ട്. നൈട്രജൻ ഇസ് അറ്റോമിക് നമ്പർ 7 ആണ്. പക്ഷെ നൈട്രജന്റെ മാസ് നമ്പർ 14 വരുന്നുണ്ട്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ക്ലോറിന്റെ മാസ് നമ്പർ 35.5 വരുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും സെയിം ആണ്. നമുക്ക് നോക്കി പോവാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെ ആയിട്ട് നോക്കാം. ഓഡ് അറ്റോമിക് നമ്പേഴ്സിനെയാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിത്തിയം എടുത്തു. ലിത്തിയം ഇസ് ഓഡ് അറ്റോമിക് നമ്പർ 3 ആണ് വരുന്നത്. മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം? 2 times Z+1 ആണ് അല്ലെ. അപ്പൊ ലിത്തിയം എടുത്തു. അറ്റോമിക് നമ്പർ 3 ആണ്. മാസ് നമ്പർ നമുക്കറിയാം. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 2Z+1 ആണ്. 2 into 3 plus 1 that is equal to 6 plus 1 എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. കണ്ടോ, ലിത്തിയത്തിന്റെ മാസ് നമ്പർ 7 ആണ്. ഇനി ബോറോൺ എടുത്തു. ബോറോൺ ഇസ് 5. അപ്പൊ എന്താ? 2Z+1. അപ്പൊ 2 into 5 plus 1 അല്ലെ. ബോറോൺ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബോറോൺ ഇസ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 2 into 5 plus 1 2Z+1 that is 11 എന്ന് വന്നു. അപ്പൊ ബോറോണിന് നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നുണ്ട്. നൈട്രജൻ എക്സെപ്ഷൻ ആണ്. നൈട്രജന്റെ കേസിൽ എന്താണ്? എക്സെപ്ഷൻ ആണ് വരുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ബെറീലിയം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓഡ് അറ്റോമിക് നമ്പറിന്റെ കേസ് വരുമ്പോൾ ബെറീലിയം കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ബെറീലിയത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് ബെറീലിയത്തിനും എന്താണ്? ഈ സെയിം ട്രിക്കിലാണ് ബെറീലിയം പോകുന്നത്. ഓഡ് അറ്റോമിക് നമ്പർ വരുന്നു. പ്ലസ് ബെറീലിയത്തിനും എങ്ങനെയാണ് നോക്കിക്കേ, 4 into അല്ലെ 2 into 4 plus 1 എന്നുള്ള രീതിയിലാണ് ബെറീലിയവും വരുന്നത്. അപ്പൊ ബെറീലിയത്തിനും കൂടി ഈ ഒരു എക്സെപ്ഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബെറീലിയം ഈവൻ അറ്റോമിക് നമ്പർ ആണ്. പക്ഷെ ബെറീലിയത്തിന്റെ മാസ് നമ്പർ 9 ആണ് വരുന്നത്, 8 അല്ല വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇതാ ഫ്ലൂറിൻ എടുത്താൽ എന്താ? ഫ്ലൂറിൻ ഇസ് 9 ആണ്. ഫ്ലൂറിൻ നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാതോ. 9 ആണ്. 9 into 2s are 18. 18 plus 1 19. ഫ്ലൂറിന് വർക്ക് ആവുന്നുണ്ട്. സോഡിയത്തിന് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോഡിയത്തിനും വർക്ക് ആവുന്നുണ്ട്. സോഡിയം ഇസ് 11. 11 into 2 plus 1 that is equal to 23. അലൂമിനിയത്തിന് നോക്കിക്കേ, 13 into 2 plus 1 that is equal to 27. 15 phosphorus 15 into 2 plus 1 that is equal to 31. അടുത്ത ആളെ നോക്കാം. ക്ലോറിൻ. ക്ലോറിൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. 35.5 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മുടെ ട്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ 35 വരുള്ളൂ. പക്ഷെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 35.5 ആണ്. ഇനി ഇതാ പൊട്ടാസ്യം വർക്ക് ആവുന്നുണ്ടോ നോക്കാം. പൊട്ടാസ്യം 19 into 2 plus 1 it is equal to എന്താണ്? 39 വരുന്നുണ്ട്. സോ ഓഡ് അറ്റോമിക് നമ്പർ വരുന്ന സമയത്ത് എന്താണ്? 2Z+1 എന്നുള്ളതാണ് നമ്മളുടെ ട്രിക്ക് എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് ആരൊക്കെയാണ്? എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, അതേപോലെ തന്നെ ഞാൻ ഒരാളെ പറഞ്ഞല്ലോ, അത് ഈവൻ അറ്റോമിക് നമ്പറിലാണ് ബെറീലിയം വരുന്നത് അല്ലെ. ഇനി ഈവൻ അറ്റോമിക് നമ്പർ വരികയാണെന്ന് വിചാരിക്കും. ഈവൻ അറ്റോമിക് നമ്പർ വരികയാണെങ്കിൽ ഈവൻ അറ്റോമിക് നമ്പർ ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അറ്റോമിക് നമ്പർ ഇസ് ഈവൻ. ഈവൻ അറ്റോമിക് നമ്പർ ആണെങ്കിൽ എ എന്ന് പറയുന്നത് മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 2 times Z ആണ്. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 2 times Z ആണ്. ഇതിലിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഇവിടെ നമ്മൾ എഴുതുക. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബെറീലിയം ഇസ് അറ്റോമിക് നമ്പർ 4 ആണ്. പക്ഷെ അതിന്റെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ ഇസ് 9. ബെറീലിയത്തിന് എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി ആർക്കൊക്കെയാണ് എക്സെപ്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹീലിയം നോക്കിക്കേ. ഹീലിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹീലിയം ഇസ് അറ്റോമിക് നമ്പർ 2 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? 2 times 2 4 അല്ലെ. 2 into 2 is equal to 4. ബെറീലിയത്തിന് എക്സെപ്ഷൻ ഉണ്ട്. ബെറീലിയത്തിന് എക്സെപ്ഷൻ ഉണ്ട്. ഇനി കാർബൺ. കാർബണിന്റെ ഇരട്ടിയാണ് വരുന്നത് അല്ലെ. കാർബൺ. നൈട്രജൻ ഇവിടെ എക്സെപ്ഷൻ ഉണ്ട് അല്ലെ. നൈട്രജൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? 2 times ആണ് നൈട്രജന് വരുന്നത്. ഓക്സിജൻ നോക്കിക്കേ. ഓക്സിജന് 8 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അതിന്റെ ഇരട്ടി 16. നിയോൺ അതിന്റെ ഇരട്ടി 20. അടുത്ത ആളെ നോക്കാം. ബാക്കി എല്ലാം അങ്ങനെ തന്നെ വരും. മെഗ്നീഷ്യം ഇസ് 12. 24 ആണ് വരുന്നത്. സിലിക്കൺ ഇസ് 14. 28 ആണ് വരുന്നത്. സൾഫർ ഇസ് 16. 32 ആണ് വരുന്നത്. ആർഗൺ. ആർഗൺ ഇസ് എൻ എക്സെപ്ഷൻ. ബെറീലിയം അതേപോലെ തന്നെ എന്താണ്? ആർഗൺ ഇസ് എൻ എക്സെപ്ഷൻ. ആർഗൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 18 ആണ്. അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ആർഗൺ ഇസ് 40. ഇറ്റ്സ് എൻ എക്സെപ്ഷൻ. ഓർത്ത് വെക്കാം. ആർഗൺ ഇസ് എൻ എക്സെപ്ഷൻ. ആർഗണിന് 40 വരുന്നുണ്ട്. കാൽസ്യം ഒന്നും എക്സെപ്ഷൻ ഇല്ല. 20.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ആദ്യത്തെ 20 എലമെന്റ്സിന്റെ മാസ് നമ്പർ നമുക്ക് അറിയണം. നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്. ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 ആണ്. ലിഥിയത്തിന്റെ മാസ് നമ്പർ 7 ആണ്. ബെറീലിയം ഇസ് എൻ എക്സെപ്ഷൻ ഉള്ളവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ട്രിക്ക് വർക്ക് ആവും. നമ്മൾ ട്രിക്ക് വർക്ക് ആവുന്ന ഓഡ് ആണെങ്കിൽ 2 ടൈംസ് Z+1 ആണ്. ഈവൻ ആണെങ്കിൽ 2Z ആണ്. ട്രിക്ക് വർക്കാത്തവരുടെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. എന്താണ് ബെറീലിയം എന്ന് പറയുന്നത്? എന്താണ് 4 ആണ്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. ഈവൻ ആണ്. പക്ഷെ അതിന് എന്താ വരുന്നത്? മാസ് നമ്പർ വൈസ് അല്ല വരുന്നത്. 2 ടൈംസ് Z+1 ഉള്ള പോലെയാണ് വരുന്നത്. 9 ആണ് വരുന്നത്. ദെൻ അടുത്ത എക്സെപ്ഷൻ വരുന്ന ആർക്കാണ്? ബോറോണിന് 11 ഇല്ല, ബാക്കി ആർക്കും ഇല്ല. കാർബൺ 12, നൈട്രജൻ ഇസ് എൻ ഓഡ് അറ്റോമിക് നമ്പർ ആണ്. പക്ഷെ നൈട്രജന്റെ എന്ത് വരുന്നുണ്ട്? 14 ആണ് വരുന്നത്. ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം 27 ആണ്. മെഗ്നീഷ്യം 24 ആണ്. സോഡിയം 23. സോഡിയം എപ്പോഴും ചോദിക്കുന്നതാണ്. സിലിക്കൺ 28, ഫോസ്ഫറസ് 31, സൾഫർ 32. സൾഫർ 32. നോക്കിയേ, സോഡിയവും സൾഫറും നേരെ ഓപ്പോസിറ്റ് ആണ്. നോക്കിയേ, സോഡിയം 23, ഇത് നേരെ തിരിച്ചു വരുമ്പോ 32, സൾഫർ 32. സോഡിയം 23, സൾഫർ 32, ക്ലോറിൻ 35.5. ആർഗണിന് എക്സെപ്ഷൻ ഉണ്ട്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. പക്ഷെ എന്താണ് അതിന്റെ മാസ് നമ്പർ? അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. ഇനി എന്താണ് കാൽസ്യം എന്ന് പറയുന്നത്? അതിന്റെ മാസ് നമ്പറും 40 ആണ് കേട്ടോ. ആർഗണിന്റെയും കാൽസ്യത്തിന്റെയും മാസ് നമ്പർ സിമിലർ ആണ്, 40 ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. കാർബണിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. കാർബണിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. കാർബണിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നെ എത്രയാണ് ആൻസർ വരുന്നത്? കാർബണിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് എനിക്ക് ആൻസർ പറഞ്ഞ എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? കാർബണില് നമുക്ക് കണ്ടുപിടിക്കാം. കാർബണില് കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? യെസ്, 6. നോക്കി, കാർബണില് നമുക്കറിയാം, കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാണുന്നില്ല. കാർബൺ എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ atomic number is 6, mass number is 12. Number of neutrons is equal to A minus Z, that is equal to 12 minus 6, that is equal to 6. 6 neutrons വരുന്നുണ്ട്. സോഡിയം എടുത്തു. സോഡിയത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കണം. സോഡിയം എടുത്താൽ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ is 11, mass number is 23, and number of neutrons is equal to A minus Z, that is equal to 23 minus 11. എത്ര വരും? എത്രയാണ് വന്നാൽ നിങ്ങൾക്ക്? 12 ആണോ? യെസ്. ചോദിക്കുമ്പോ ഇങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ ചോദിക്കും. ഇതിലിപ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്കറിയാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ചോദിച്ചാൽ എന്ത് പറയും? പ്രോട്ടോൺസിന്റെ എണ്ണം ഇസ് ഈക്വൽ ടു എത്രയാണ്? പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണ്? സോഡിയത്തില് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? സോഡിയത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? സോഡിയത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? വേഗം ആൻസർ ചെയ്യും. 11 അല്ലെ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? പ്രോട്ടോൺസിന്റെ എണ്ണം 11 ആണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇലക്ട്രോൺസിന്റെ എണ്ണം പറ. 11 തന്നെയാണ് അല്ലെ? ഇലക്ട്രോൺസിന്റെ എണ്ണം 11 തന്നെയാണ് വരുന്നത്. പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം സെയിം ആണ്. ഇനിയിപ്പോ ഞാൻ Na പ്ലസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയും? Na പ്ലസ് ആണ്. ഇതിലുള്ള പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം പറ. പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം പറ. Na പ്ലസിൽ സോഡിയം ഇസ് 11 ആണ്. Na പ്ലസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? എത്ര പ്രോട്ടോൺസ് ഉണ്ട്? പ്രോട്ടോൺസിന്റെ എണ്ണത്തിന് ഒരു ചേഞ്ചും ഇല്ല, 11.
പ്ലസ് ആയി, ഒരു ഇലക്ട്രോൺ പോയി, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഉണ്ടോ? പ്രോട്ടോൺസ് 11 ആണ്, ഇലക്ട്രോൺസ് 10 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം പറ. ന്യൂട്രോൺസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? സോഡിയം അയൺ ആയപ്പം, സോഡിയം കാറ്റയോൺ ആയപ്പം ന്യൂട്രോൺസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഇല്ല അല്ലെ, സെയിം തന്നെയാണ്. എന്താണ് കൺഫ്യൂഷൻ? 12 ആണ് വരുന്നത് ന്യൂട്രോൺസിന്റെ എണ്ണം. ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മാറ്റവും വരില്ല അൺടിൽ ആൻഡ് അൺലെസ് അവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കണം. ഈ ആറ്റം ബോംബ്സിലൊക്കെ നടക്കുന്ന പോലത്തെ റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഒക്കെ കൗണ്ടിന് വ്യത്യാസം വരിക. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണത്തിന് മാത്രമാണ് മാറ്റം വരുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് ഐസോബാർസും ഐസോടോപ്സും എന്താണെന്ന് പഠിക്കണം. ഐസോബാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം അറ്റോമിക് നമ്പർ അല്ല, സെയിം അറ്റോമിക് നമ്പർ അല്ല, സെയിം മാസ് നമ്പർ, ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ഉള്ള ആൾക്കാരെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഐസോബാർസ് they are having same mass number but different atomic number. മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ എന്താണ്, അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഐസോടോപ്പുകൾ നോക്കിക്കേ, ദേ ഹാവ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. നേരെ തിരിച്ച്, ഐസോബാറിന്റെ നേരെ തിരിച്ചാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോബാർസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഡിഫറെന്റ് ഇൻ ഐസോബാർസ്. ഇലക്ട്രോൺസിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. ദേ ഹാവ് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇവര് ഐസോബാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ അവരെന്തായിരിക്കും, ഡിഫറെന്റ് ആറ്റംസ് ആയിരിക്കും. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പൊ എന്താണ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. കാരണം അവരെന്താണ്, ഒരേ എലമെന്റിന്റെ ആറ്റംസ് ആണ്. ആകെ ഡിഫറൻസ് ഉള്ളത് എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസിലാണ് ഡിഫറൻസ് ഉള്ളത്. സി, ഇത് ഓർത്തിരിക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഐസോബാർസിന് എന്താണ് സെയിം, ഐസോബാർസിന് എന്താണ് സെയിം, മാസ് നമ്പർ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഐസോബാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബി ഉണ്ട് അല്ലെ, അതായത് ബേസിൽ എഴുതുന്ന ആള് ഡിഫറെന്റ് ആണ്. ബേസിൽ എഴുതുന്ന ആൾ ആരാണ്, അറ്റോമിക് നമ്പർ ആണ്. ഐസോബാർ എന്ന് പറയുമ്പോൾ അതിനൊരു ബി ഉണ്ട്. സോ ബേസിൽ എഴുതുന്ന ആൾ ഇസ് ഡിഫറെന്റ്. നമുക്ക് ഇവിടെ ആ ട്രിക്ക് എഴുതി വെക്കാം. ഐസോബാർ എന്ന് പറയുമ്പോൾ അതിനൊരു ബി ഉണ്ട്. സോ ബേസിൽ എഴുതുന്ന ആൾ എന്ന് പറയുന്നത്, ബേസിൽ എഴുതുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്, അറ്റോമിക് നമ്പർ ആണ്. അതെന്തായിരിക്കും, അത് ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെന്തുണ്ട്, ഒരു ടി ഉണ്ട്. സോ ടോപ്പിൽ എഴുതുന്ന ആള് എന്ന് പറഞ്ഞാൽ ആരാണ്, മാസ് നമ്പർ ആണ്. അത് ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇപ്പൊ മാറിപ്പോയില്ല. നോക്കിക്കേ, ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ എഴുതുന്ന ആള് ഡിഫറെന്റ് ആയിരിക്കും. ടോപ്പിൽ നോക്കിക്കേ, ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഐസോടോപ്സ് നമ്മൾ എഴുതുകയാണ്. C12, C13, C14 അല്ലെ. എല്ലാവരുടെയും ബേസിൽ ആരാണ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. ടോപ്പിൽ എഴുതുന്ന ആള് മാത്രമാണ് എന്ത്, ഡിഫറെന്റ് ആയിട്ടുള്ളൂ അല്ലെ. ടോപ്പിൽ എഴുതുന്ന ആരാണ്, ഇവരാണ് ടോപ്പിൽ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു തവണ പഠിച്ചാൽ നമ്മൾ പിന്നെ മറക്കില്ല. ബാർ എന്ന് പറയുമ്പോൾ അതിലൊരു ബി ഉണ്ട്. സോ ബേസിൽ എഴുതുന്ന ആൾ ഇസ് ഡിഫറെന്റ്. ബേസിൽ എഴുതുന്ന ആൾ ആരാണ്, അറ്റോമിക് നമ്പർ ഇസ് ഡിഫറെന്റ്. അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവര് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ആയിരിക്കും. അതുപോലെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ആവുമ്പോ എങ്ങനെയായിരിക്കും, അതിന് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും അല്ലെ. എലമെന്റ്സ് മാറുമ്പോ അതിന്റെ പ്രോപ്പർട്ടീസ് മാറും. അപ്പൊ ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇതിൽ എന്തായിരിക്കും, ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനൊക്കെ ഡിഫറൻസ് വരും അല്ലെ. ഐസോബാർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഡിഫറൻസ് ഇൻ ഐസോബാർസ്. ഇലക്ട്രോൺസിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണത്തിനൊക്കെ എന്ത് പറ്റും, ഡിഫറൻസ് വരും. പക്ഷെ എന്താണ്, ഐസോ ടോപ്പുകളിലേക്ക് വരുമ്പോ എന്താണ്, അതിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ്, എല്ലാവരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. അതായത് എന്താണ്, Z സെയിം ആയതുകൊണ്ട് എന്താണ്, പ്രോട്ടോൺസിന്റെ എണ്ണം എന്തായിരിക്കും, പി സെയിം ആയിരിക്കും. പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ആരാണ് ഡിഫറെന്റ് ആവുന്നത്, ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് കാർബണിന്റെ ഐസോടോപ്സിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എഴുതും, ഓക്കെ, ഇവിടെ എഴുതാം. കാർബണിന്റെ ഐസോടോപ്സിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കാർബണിന്റെ ഐസോടോപ്സിന്റെ
ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എഴുതാം. കാർബണിന്റെ ഐസോടോപ്സ് എടുക്കുകയാണ്. കാർബണിന്റെ ഓരോ ഐസോടോപ്സ് നമ്മൾ എടുക്കുകയാണ്. കാർബണിന്റെ ഫസ്റ്റ് ഐസോടോപ്പ് എടുക്കുകയാണ്, C12 എടുക്കുകയാണ്. അപ്പൊ കാർബൺ C12 ആണ്. Z is equal to എത്ര വരും? Z is equal to 6 വരും. മാസ് നമ്പർ is equal to 12 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? A minus Z, that is equal to 6 ആണ്. ഇനി കാർബണിന്റെ അടുത്ത ഐസോടോപ്പ് എടുത്തു, എത്രയാണ്? 13 ആണ് അല്ലെ. 12, 13, 14 ആണ്. Z is equal to 6 ആണ്. A is equal to 13 വന്നു. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര വരും? 13 minus 6 എത്ര വരും? 7 എന്ന് വരും അല്ലെ. ഇനി അടുത്ത ഐസോടോപ്പ് നമ്മൾ എടുത്തു, C6, 14 എന്ന് വന്നു. അപ്പം Z is equal to 6 ആണ്. A is equal to 14 എന്ന് വന്നു. Number of neutrons is equal to 14 minus 6, that is equal to 8. അപ്പം ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാർബണിന്റെ ഐസോടോപ്സിൽ ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാണ് വരുന്നത്. അപ്പം ഓരോന്നിനും എങ്ങനെയാ വരിക? 6, 7, 8 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ ഡിഫറെന്റ്. അപ്പൊ ഇതിൽ ന്യൂട്രോൺസിന്റെ എണ്ണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ന്യൂട്രോൺസിന്റെ എണ്ണം ഓരോന്നിനും കൊടുക്കുകയാണെങ്കിൽ 12ന് കറസ്പോണ്ടിങ് ആയിട്ട് 6, അടുത്ത ആൾക്ക് 7, അടുത്ത ആൾക്ക് 8 എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നത്. ഇനിയിപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു, അതായത് കാർബണിന്റെ ഐസോടോപ്സിലെ ന്യൂട്രോൺസിന്റെ എണ്ണം 6, 7, 8 എന്നാണെന്ന് പഠിച്ചു. ഇനി എക്സാം ഹാളിൽ ഇരുന്ന് കൂടി ഡിറൈവ് ചെയ്ത് നോക്കണോ? വേണ്ട. സമയം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മൾ പിന്നെയും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? എക്സാം ഹാളിൽ ഇരുന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഐസോബാസിന്റെ എക്സാമ്പിൾ വരികയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു അല്ലെ, കാൽസ്യത്തിനും ആർഗണിനും ഒരേ മാസ് നമ്പർ ആണ് അല്ലെ. കാൽസ്യം ഇസ് അറ്റോമിക് നമ്പർ 20 ആണ്, അതിന്റെ മാസ് നമ്പർ 40 ആണ്. ആർഗൺ ഇസ് അറ്റോമിക് നമ്പർ 18 ആണ്, അതിന്റെ മാസ് നമ്പർ 40 ആണ്. അപ്പൊ കാൽസ്യത്തിനും ആർഗണിനും ഒരേ മാസ് നമ്പർ ആണ് വരുന്നത്. സോ ദേ ആർ എന്താണ്? ഐസോബാസ് അല്ലെ. ഐസോബാസ് എന്ന് പറയുമ്പോൾ ബേസിൽ എഴുതുന്ന ആൾക്കാരാണ് ഡിഫറെന്റ് അല്ലെ, മുകളിൽ എഴുതുന്നത് സെയിം ആണ്. പൊട്ടാസ്യം നോക്കിക്കേ, പൊട്ടാസ്യം ഇസ് ഓൾസോ മാസ് നമ്പർ 40 ആണ് വരുന്നത്. 19 അല്ല, ഇത് 39 ആണ് വരുന്നത്. ഈ കേസിൽ ആക്ച്വലി പൊട്ടാസ്യത്തിന്റെ ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പൊതുവെ പൊട്ടാസ്യത്തിന്റെ മാസ് നമ്പർ എടുക്കുമ്പോൾ ഇറ്റ് ഇസ് 39 ആണ് എടുക്കുക കേട്ടോ. കാൽസ്യം 40, പൊട്ടാസ്യം 39 ആണ് എടുക്കുന്നത്. ഈ കേസിൽ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? മാസ് നമ്പർ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഐസോബാസ് ആണ്. സെയിം മാസ് നമ്പർ ആണോ? ഐസോബാർ ആണ്. ബാർ എന്ന് പറയുമ്പോൾ ബേസിൽ എഴുതുന്നവരാണ് ഡിഫറെന്റ്. ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ എഴുതുന്നതാണ് ഡിഫറെന്റ്. അതായത് എന്താണ്? ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ആണ് ഡിഫറെന്റ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഹൈഡ്രജന്റെ വരാൻ നേരത്ത് ഹൈഡ്രജന്റെ ഇവിടെ മാസ് നമ്പർ 1, 2, 3. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നോക്ക്, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ എഴുതുന്നത് ഡിഫറെന്റ് ആണ്. They are having same atomic number but different mass number. Isobar എന്ന് പറയുമ്പോൾ ബേസിൽ എഴുതുന്നത് ഡിഫറെന്റ് ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, ബാക്കി സെയിം ആണ്. ഓക്കെ, ഇനി ഇതാ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ വരുമ്പോൾ ഹൈഡ്രജന്റെ H11 മാസ് നമ്പർ 1 ആയിട്ടുള്ള H11 ദിസ് ഇസ് പ്രോട്ടിയം എന്നാണ് ഇതിനെ വിളിക്കുക. പ്രോട്ടിയം. ഇനി H12 ഇറ്റ് ഇസ് ഡ്യൂട്ടീരിയം. ഇനി H13 ഇറ്റ് ഇസ് ട്രിഷ്യം. ഇനി ഇതിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എഴുതി നോക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഹൈഡ്രജന്റെ ഐസോടോപ്സിൽ എഴുതി നോക്കാം. അപ്പൊ H11 ആവാൻ നേരത്തെ എത്രയാണ് ന്യൂട്രോൺസ് വരിക? H11. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം Z is equal to 1 ആണ്, A is equal to 1 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ വരും? A minus Z, that is 1 minus 1, 0 എന്ന് വരും. ഇനി H12 ഡ്യൂട്ടീരിയം വരികയാണെങ്കിൽ Z is equal to 1 ആണ്, A is equal to 2 ആണ്, N is equal to A minus Z. ഞാൻ ഓരോ തവണയും ഈ A minus Z എന്നുള്ള ഇക്വേഷൻ പിന്നെയും എഴുതുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ അതെന്താവാനാണ്? സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടാണ്. 2 minus 1, that is equal to 1. ഇനി H13 that is equal to Z is equal to 1 ആണ് വരുന്നത്, A is equal to 3 ആണ് വരുന്നത്. Number of neutrons is equal to 3 minus 1, that is equal to 2. അപ്പൊ നോക്കിക്കേ, ന്യൂട്രോൺസിന്റെ എണ്ണം ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? 0, 1,
ടു ആണ് എന്ത് വരുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 0, 1, 2 എന്നുള്ള രീതിയിലാണ് ഹൈഡ്രജന്റെ ഐസോടോപ്സിൽ വരുന്നത്. ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, ഹൈഡ്രജന്റെ ഐസോടോപ്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഈ ഐസോടോപ്സും ഐസോബാസും ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഐസോടോപ്സും ഐസോബാസും ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് question. Which among the following is correct for the number of subatomic particles in an element X with atomic number 15 and mass number 31? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. രണ്ടുപേർക്കും ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി. നമുക്ക് ചെയ്ത് നോക്കാം. എലമെന്റ് എക്സ് ആണ്. എലമെന്റ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 31 ആണ്. അറ്റോമിക് നമ്പർ 15 ആരാണ്? സിലിക്കൺ ഫോസ്ഫറസ് ആണ് അറ്റോമിക് നമ്പർ 15 അല്ലെ? ശരിക്കും ഇത് ശരിക്കും ആരാണ്? നമ്മുടെ സിലിക്കൺ ഫോസ്ഫറസ്. ദിസ് ഇസ് ഫോസ്ഫറസ് ആണ് വരുന്നത്. സോ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പ്രോട്ടോണിന്റെ എണ്ണം ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ 15. ഇലക്ട്രോണിന്റെ എണ്ണവും 15 ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ ന്യൂട്രൽ ആറ്റം. ചാർജിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇനി എന്താണ് ന്യൂട്രോൺസിന്റെ എണ്ണം? ന്യൂട്രോൺസിന്റെ എണ്ണം ഇസ് ഈക്വൽ ടു എ മൈനസ് സെഡ് ആണ്. എ ഇസ് ഈക്വൽ ടു 31 ആണ്. 31 മൈനസ് 15 ദാറ്റ് ഇസ് ഈക്വൽ ടു 16 എന്ന് വരും. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the atomic number of an element X is 11 and it contains 12 neutrons in its nucleus. What will be the number of protons and mass number of the element? What will you do? Simple question. Simple question. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ കിട്ടിയില്ലേ? ഓപ്ഷൻ ബി. നോക്കട്ടെ, ഓപ്ഷൻ ബി കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതിനെന്താണ്? അതിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന് ന്യൂട്രോൺസിന്റെ എണ്ണം അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം 12 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു 12 ആണ്. മാസ് നമ്പർ കണ്ടുപിടിക്കണം. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് എന്ത്? അറ്റോമിക് നമ്പർ അല്ലെ? അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ 11 ആണ്. പി ഇസ് ഈക്വൽ ടു 11 ആണ്. therefore 11 പ്ലസ് 12 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 23 എന്ന് നമുക്ക് എന്ത് കിട്ടി? മാസ് നമ്പർ കിട്ടി. therefore ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, ബി ശരിയാണ്. ഇനി an element X with atomic number 13 loses 3 electrons from its outermost shell. What will be the number of protons and mass number of the element? കണ്ടുപിടിച്ചേ. ഒരു എലമെന്റ് ഉണ്ട്, അത് 3 ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്ന് ലൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും മാസ് നമ്പറും കണ്ടുപിടിക്കൂ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഓപ്ഷൻ വരുന്നത്. ഇതാണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ
ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എയും ബിയും ഒക്കെ വരുന്നുണ്ടല്ലോ. ഓപ്ഷൻ എ ആണോ നോക്കാം. നോക്കിക്കേ, എക്സ് ആണ് അറ്റോമിക് നമ്പർ, എക്സ് ആണ് എലമെന്റ്, അറ്റോമിക് നമ്പർ 13 ആണ്. അറ്റോമിക് നമ്പർ 13 ആയിട്ടുള്ള എലമെന്റ് ആരാണ്? 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തു, 3+ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഇനി എന്താണ്? പ്രോട്ടോൺസിന്റെ എണ്ണം. പ്രോട്ടോൺസിന്റെ എണ്ണം ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. പ്രോട്ടോൺസിന്റെ എണ്ണം ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ആണ്. മാസ് നമ്പർ കണ്ടുപിടിക്കണം. മാസ് നമ്പർ കണ്ടുപിടിക്കണം. മാസ് നമ്പർ എത്രയാണ് വരിക? ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് ഓൾറെഡി അറിയണം അറ്റോമിക് നമ്പർ 13 ആവുമ്പോൾ ഇറ്റ് ഇസ് അലൂമിനിയം എന്ന് ഒന്നില്ലെങ്കിൽ അറിയണം, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ട്രിക്ക് ഓർക്കുക, ഇറ്റ് ഇസ് ഓഡ് അറ്റോമിക് നമ്പർ ആണ് അല്ലെ. അറ്റോമിക് നമ്പർ എന്താണ്? ഓഡ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആണ്. ഓഡ് അറ്റോമിക് നമ്പർ ആണെങ്കിൽ, അറ്റോമിക് നമ്പർ ഓഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാസ് നമ്പർ കണ്ടുപിടിക്കുക? മാസ് നമ്പർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് z പ്ലസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into 13 plus 1. That is equal to എത്ര വരും? 26 plus 1, that is 27. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 13 ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണ്. അലൂമിനിയത്തിന്റെ മാസ് നമ്പർ ഇസ് 27 ആണ്. ആദ്യത്തെ 20 എലമെന്റ്സിനെ വെച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കുള്ളൂ, കാരണം 10ാം ക്ലാസ് വരെയുള്ള കെമിസ്ട്രി ഉള്ളൂ. ഓക്കെ, അപ്പൊ 27 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഏത് വരും? പ്രോട്ടോൺസിന്റെ എണ്ണം 13ഉം അതേപോലെ എന്താണ് മാസ് നമ്പർ 27. ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ഏത് ആൻസർ പറഞ്ഞത്? എ ഒക്കെയാണ് പറഞ്ഞിരുന്നത്. ആൻവിൻ തെറ്റിയിട്ടുണ്ട്. നോക്കിക്കേ, പ്രോട്ടോൺസിന്റെ എണ്ണം 13 ആൻഡ് മാസ് നമ്പർ 27. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ ഈ ക്വസ്റ്റനില്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? തെറ്റി ആൻസർ കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. പ്രോട്ടോൺസിന്റെ എണ്ണം 13 കണ്ടപ്പോഴത്തേക്കും ചാടിക്കറി കൊടുത്താണ് അല്ലെ. 2 ഓപ്ഷനിൽ 13 ഉണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അല്ല, അടുത്ത ക്വസ്റ്റൻ അല്ല, അടുത്ത കുറച്ച് സബ്ജക്ട്, കുറച്ച് ടോപ്പിക്സ് വരും. അറ്റോമിക് മാസ്. നമ്മള് മാസ് നമ്പർ എന്താണെന്ന് പഠിച്ചു. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ്, ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. ഇനി അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസാണ്. ഈ ആറ്റത്തിന്റെ മാസ് ഇപ്പൊ നമ്മൾ മോഡേൺ വേ വെച്ച് നമ്മൾ ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കുന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ മാസാണ്? പ്രോട്ടോണിന്റെ, ന്യൂട്രോണിന്റെ, ഇലക്ട്രോണിന്റെ, അതേപോലെ തന്നെ അവരുടെ ആ ഒരു ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി, ഇതെല്ലാം എന്തിലുണ്ട്? അറ്റോമിക് മാസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെയും അതേപോലെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയും വളരെ നെഗ്ലിജിബിൾ ആണ്. സോ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അപ്രോക്സിമേറ്റ്ലി പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് മാസ് കിട്ടും. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ്സ് നോക്കിക്കേ, ഇവിടെ ഡെസിമൽസ് കുറെ വരുന്നുണ്ട്. ഹൈഡ്രജന്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അറ്റോമിക് മാസും മാസ് നമ്പറും വാല്യൂസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നോക്കിക്കേ, ഇവിടെ കുറച്ച് ഡെസിമൽ പോയിന്റ്സ് വരുന്നേ ഉള്ളൂ അല്ലെ. ഹൈഡ്രജൻ എടുത്ത അറ്റോമിക് നമ്പർ 1 ആണ്, അറ്റോമിക് മാസ് 1.00 എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 1 എന്ന് എടുക്കാം. ഹീലിയം എടുത്ത 4 ആണ്, ലിത്യം എടുത്ത 6.9 ആണ്, ദാറ്റ് ഇസ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 7 ആയിട്ട് ഇടും. ബെറീലിയം എടുത്ത 9 ആണ്, ബോറോൺ എടുത്ത 10 ആണ്, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 15. ഓക്സിജൻ 15.9 ആണ്, അതുകൊണ്ട് നമ്മൾ 16 എടുക്കും. ഫ്ലൂറിൻ എത്രയാണ്? ഫ്ലൂറിൻ ഇസ് 19, നിയോൺ ഇസ് 20, സോഡിയം ഇസ് 23, മെഗ്നീഷ്യം ഇസ് 25, അലൂമിനിയം ഇസ് 27. കണ്ടോ, 26.9. നമ്മള് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. അതായത് നേരത്തെ നമ്മൾ പഠിച്ച ആൾ ആരായിരുന്നു? മാസ് നമ്പർ ആയിരുന്നു. മാസ് നമ്പർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. മാസ് നമ്പർ ഹോൾ നമ്പർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ക്ലോറിന്റെ എക്സെപ്ഷൻ ഉണ്ട്, 35.5. ബാക്കി എല്ലാവരും എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ്. പക്ഷെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഡെസിമൽസ് ആണ് അല്ലെ. അതിൽ ഡെസിമൽസ് വരാം, നോട്ട് ഹോൾ നമ്പർ. എന്താണ്? ഡെസിമൽസ് ഓർ ഫ്രാക്ഷണൽ ആണ് അതല്ലേ, ഫ്രാക്ഷണൽ ആണ്.
ഒന്ന് ഓർത്ത് വെക്കട്ടോ, വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോലെ വരാം. മാസ് നമ്പർ ഹോൾ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ പോലെ തന്നെയാണ് മാസ് നമ്പർ കൺസിഡർ ചെയ്യുന്നത്. ഫ്ലോറിന്റെ എടുക്കുമ്പോൾ നമ്മൾ 35.5 35 എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എടുക്കാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്ലോറിന്റെ വെച്ച് ചോദിക്കാറില്ല പൊതുവെ, ബിക്കോസ് ഫ്ലോറിന് ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെസിമൽസിലാണ് ഉള്ളത്. കണ്ടോ, എല്ലാ വാല്യൂസും ഡെസിമൽസ് ആണ്. നമ്മളത് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എടുക്കുക. ഓക്കെ, കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനിയാണ് നമുക്ക് നോക്കാം റിലേറ്റീവ് അറ്റോമിക് മാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മളിപ്പോ ഒരു റെഫറൻസ് വെക്കുകയാണ്. അതായത് റിലേറ്റീവ് ആയിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ പറയാണ് എന്റെ മാസ്, എന്റെ വെയിറ്റ് ഞാൻ പറയാണ്. എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ അനിയന്റെയും വെയിറ്റ് ഞാൻ കമ്പയർ ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറയാണ് എന്റെ അനിയനേക്കാളും 5 times എനിക്ക് വെയിറ്റ് കൂടുതലുണ്ട്. അപ്പം റിലേറ്റീവ് ടു മൈ ബ്രദർ ആണ് ഞാൻ പറയണത് എന്റെ വെയിറ്റ് പറയണത്. സോ ആറ്റം എന്ന് പറയണത് വളരെ ടൈനിയസ്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയ ആളായതുകൊണ്ട് ആറ്റത്തിന്റെ മാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആറ്റത്തിന്റെ മാസ് വേറൊരു എലമെന്റിന്റെ മാസിനെ കമ്പയർ ചെയ്ത് പറയും. സോ ദാറ്റ് നമുക്ക് എന്താണ്, ഈസി ആയിട്ട് ആറ്റത്തിന്റെ മാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഏതാളെ റിലേറ്റീവ് ആയിട്ട് പറയണം എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു റെഫറൻസ് എലമെന്റ് ആയിട്ട് എടുത്തത് ഹൈഡ്രജനെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഏറ്റവും ആദ്യം നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാനായിട്ട് എടുത്ത ആൾ എന്ന് പറയുന്ന ആരാണ്, ഹൈഡ്രജൻ ആണ്. അതിനുശേഷം എന്ത് ചെയ്തു, റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാൻ ഏറ്റവും ആദ്യം എടുത്തത് നമ്മൾ ആരെയാണ്, ഹൈഡ്രജനെയാണ്. അതിനുശേഷം ഹൈഡ്രജന് ശേഷം നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാനായിട്ട് ആരെ എടുത്തു, ഓക്സിജനെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1961 IUPAC എന്ത് ചെയ്തു, കാർബണിന് റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാനായിട്ട് എടുത്തു. എന്ന് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആരെയാണ്, കാർബണിനെയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമ്മൾ കാർബണിനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ കാർബണിനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ അറ്റോമിക് മാസ് ഓഫ് എലമെന്റ്സ്, എല്ലാ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് അപ്രോക്സിമേറ്റ്ലി ഹോൾ നമ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. സി, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ എന്താണ്, ഹോൾ നമ്പേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആണ്, ഹീലിയം ആണെങ്കിൽ 2 ആണ്, 6.9 എന്ന് പറയുമ്പോൾ 7 ആണ്. സോ നമ്മളുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആയി അപ്രോക്സിമേറ്റ്ലി ഹോൾ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാർബണിനെ എടുത്തത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ആറ്റത്തിന്റെ മാസ് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ആവറേജ് മാസ് ഓഫ് ആറ്റംസ് ഓഫ് എൻ എലമെന്റ് to 1/12th mass of an atom of carbon-12. അതായത് കാർബൺ ആറ്റത്തിന്റെ 1/12th മാസ് നമ്മൾ എടുക്കും. കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയാണ്, 12 ആണ്. അതിന്റെ 1/12 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരും, നമ്മൾ 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. സോ അതാണ് റേഷ്യോ ഓഫ് ആവറേജ് മാസ് ഓഫ് ആൻ ആറ്റം. ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് വരത്തില്ല. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ കാർബൺ ആണ് റെഫറൻസ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ദ ratio of average mass of an atom of an element to 1/12th of mass of an atom of carbon-12. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ് അറ്റോമിക് മാസ്. അതിൽ കാർബണിന്റെ ഏത് ഐസോടോപ്പിനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഏത് ഐസോടോപ്പിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാർബൺ C6 മാസ് നമ്പർ 12 ആയിട്ടുള്ള ആളെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിലേറ്റീവ് അറ്റോമിക് മാസ് ആയതുകൊണ്ട് അത് എങ്ങനെയാണ്, ഡയമെൻഷൻലെസ് ആണ്. കാരണം എന്താണ്, മുകളിലും മാസ് താഴെയും മാസ്. സോ ദാറ്റ് എന്ത് പറ്റും, അതിന് ഡയമെൻഷൻ ഇല്ല. അതും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ്? റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ യൂണിറ്റ് എന്താണ്, റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ യൂണിറ്റ് എന്താണ് എന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഡയമെൻഷൻ ലെസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അറ്റോമിക് മാസിന്റെ യൂണിറ്റ് അതാ നമ്മളുടെ സെയിം തന്നെയാണ് നമ്മളുടെ അറ്റോമിക് മാസ് വരുന്നത്. റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് 1 4 7 9 11 12 14 16 19 20. അതുപോലെ തന്നെ എന്താണ്, സോഡിയം 23, magnesium 24, aluminium 27, silicon 28, phosphorus 31, sulfur 32, chlorine 35.5, argon 40, potassium 39 and calcium 40. അറ്റോമിക് മാസ്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറ്റോമിക് മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, അറ്റോമിക് മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്,
അറ്റോമിക് മാസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാംസ് ആണ്. ഇനി നോൺ SI യൂണിറ്റ് ഓഫ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിന്റെ യൂണിറ്റ് നമ്മൾ യുയിൽ പറയും. യൂണിഫൈഡ് മാസിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് യു എന്ന് പറയും. യു ഇസ് യൂണിഫൈഡ് മാസ്, അല്ലെങ്കിൽ ഡാൽട്ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ട്. പണ്ട് ഈ യൂണിഫൈഡ് മാസ് വരുന്നതിന് മുമ്പ് നമ്മൾ AMU പറഞ്ഞിരുന്നത്. AMU എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ പറഞ്ഞത്, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് പറഞ്ഞിരുന്നത്. ഇത് നമ്മളിപ്പോ എന്താണ് ഇതിനെ മോഡിഫൈ ചെയ്ത് യൂണിഫൈഡ് മാസ് ആക്കി, അല്ലെങ്കിൽ ഡാൽട്ടൺ എന്നും പറയും. ഇനി റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്? യൂണിറ്റ്ലെസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ഇറ്റ് ഇസ് ഡൈമെൻഷൻലെസ് ആണ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റിലേറ്റീവ് മോളിക്യുലർ മാസ്. ഇനി മോളിക്യുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മോളിക്യൂളിലുള്ള ആറ്റത്തിന്റെ ഒക്കെ മാസുകൾ തമ്മിൽ കൂട്ടും. അതാണ് റിലേറ്റീവ് മോളിക്യുലർ മാസ്. ദി റിലേറ്റീവ് മോളിക്യുലർ മാസ് ഓഫ് എൻ എലമെന്റ് ഓർ കോമ്പൗണ്ട് ഇസ് ദ സം ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ഓൾ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ആ മോളിക്യൂളിന്റെ അകത്തുള്ള എലമെന്റ്സിലൊക്കെയുള്ള എന്ത് ചെയ്യും? മാസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മോളിക്യൂൾ എടുത്തു, അതിനകത്തുള്ള ആറ്റത്തിന്റെ ഒക്കെ റിലേറ്റീവ് അറ്റോമിക് മാസുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് റിലേറ്റീവ് മോളിക്യുലർ മാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റിലേറ്റീവ് മോളിക്യുലർ മാസ് ഓഫ് H2O കണ്ടുപിടിക്കാം. റിലേറ്റീവ് മോളിക്യുലർ മാസ് ഓഫ് H2O നമുക്ക് കണ്ടുപിടിക്കാം. റിലേറ്റീവ് മോളിക്യുലർ മാസ് ഓഫ് H2O എടുക്കുകയാണെങ്കിൽ റിലേറ്റീവ് മോളിക്യുലർ മാസ് ഓഫ് H2O നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ചെയ്യാം മോളിക്യുലർ മാസ് ഓഫ് H2O കണ്ടുപിടിക്കാൻ? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിൽ കൂട്ടുക അല്ലെ. അപ്പൊ നമ്മൾ മോളിക്യുലർ മാസ് കണ്ടുപിടിക്കാൻ നേരത്തെ നോക്കിക്കേ, ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ മാസ് എത്രയാണ്? ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ അതിന്റെ ഡബിൾ എടുക്കുക. 8 2 16 ആണ് അല്ലെ മാസ് വരുന്നത്. അപ്പം 2 + 16 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 18 ആണ് എന്ത് വരുന്നത്? 18 ആണ് എന്ത് വരുന്നത്? അറ്റോമിക് മാസ് വരുന്നത് കേട്ടോ. കിട്ടിയില്ലേ നിങ്ങൾക്ക്? 16 2 + 16 ഇറ്റ് ഇസ് 18 അല്ലെ. 18 എന്ന് നമുക്ക് എന്ത് കിട്ടി? H2O മാസ് കിട്ടി. അടുത്ത ആൾ നോക്കാം, NH3. നൈട്രജന്റെ മാസ് കണ്ടുപിടിക്കുക. ഒരു നൈട്രജൻ ആണ്. നൈട്രജൻ ഇസ് അറ്റോമിക് നമ്പർ 14 ആണ്, 7 ആണ്. സോ അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 14 ആണ്. പ്ലസ് ഒരു ഹൈഡ്രജന്റെ 1 ആണ്, 3 ഹൈഡ്രജൻ ഉണ്ട്. 1 × 3 therefore 14 + 3 it is equal to എന്ത് വരും? 17 വരും. ഓക്കെ, 14 + 3 it is 17. കിട്ടിയില്ലേ? യെസ്, കിട്ടി. ഇനി കാർബൺ ഡയോക്സൈഡ് വരുമ്പോ എങ്ങനെയാണ്? ഒരു കാർബൺ ഉണ്ട്. കാർബൺ ഇസ് അറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. കാർബൺ ഇസ് അറ്റോമിക് നമ്പർ 6, അതിന്റെ മാസ് നമ്പർ 12 ആണ്. 12. ഓക്സിജൻ ഇസ് അറ്റോമിക് നമ്പർ 8, അതിന്റെ മാസ് നമ്പർ 16 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. 2 × 16. അപ്പൊ എന്ത് വരും? 12 + 16 × 2 is 32. That is equal to 44 എന്ന് വരും അല്ലെ. വന്നോ? 44 വന്നില്ലേ? ഇനിയിപ്പോ നമ്മൾ ആരുടെയാ മാസ് നമ്പർ നോക്കേണ്ടത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. വാട്ട് വിൽ ബി ദ മോളിക്യുലർ മാസ് ഓഫ് ഷുഗർ? ഷുഗറിന്റെ മോളിക്യുലർ മാസ് കണ്ടുപിടിക്കൂ. വാട്ട് വിൽ ബി ദ മോളിക്യുലർ മാസ് ഓഫ് ഷുഗർ? What will be the molecular mass of sugar? ഷുഗറിന്റെ മോളിക്യുലർ മാസ് എത്രയാണ് കിട്ടിയത് നിങ്ങൾക്ക്? What will be the molecular mass of sugar? എത്രയാണ് വരുന്നത് ഷുഗറിന്റെ മോളിക്യുലർ മാസ്? കിട്ടിയോ? ഓപ്ഷൻ 342. യെസ്, നമുക്ക് നോക്കാം. നോക്കിക്കേ, കാർബൺ 12 എണ്ണം ഉണ്ട്. ഷുഗർ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ അവര് വാട്ട് ഇസ് ദ മോളിക്യുലർ മാസ് ഓഫ് ഷുഗറിനെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വെച്ചതാണ് കേട്ടോ. ഷുഗർ C12H22O11 എന്ന് അറിയണം. ക്വസ്റ്റ്യനില് ഫോർമുല തരില്ല.
മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫോർമുല തരുന്നത് വളരെ കുറവാണ്. അപ്പം ഷുഗറിന്റെ ഫോർമുല നമ്മൾ പഠിക്കണം. C12H22O11 എന്ന്. 12 കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബണിന്റെ മാസ് എത്രയാണ്? 12 ആണ്. ഒരു ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ആണ്. 22 ഹൈഡ്രജൻ ഉണ്ട്. 22 into 1, 12 into 12. ഒരു ഓക്സിജന്റെ മാസ് എത്രയാണ്? 8 8 16 ആണ്. 16 into 11. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 342 എന്ന് കിട്ടും. സി, നമ്മളിപ്പോ ഓൾറെഡി എന്ത് പഠിച്ചു? 342 ആണ് ഷുഗറിന്റെ മാസ് എന്ന് പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ഷുഗറിന്റെ മാസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവോ എക്സാമിന്? ഇല്ല. C12H22O11 is sugar. ഷുഗറിന്റെ മാസ് എത്രയാണ്? 342 ആണ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ? ഇല്ല. ഇനി നമുക്ക് ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾ എനിക്ക് പറഞ്ഞോ? ഷുഗറും ഗ്ലൂക്കോസും ആണ് മോസ്റ്റ്ലി ചോദിക്കുക. ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് എനിക്ക് പറഞ്ഞോ? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല എന്തായിരുന്നു? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല അതാ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. സോ ദാറ്റ് നമുക്ക് ഒന്ന് ചോർത്തിരിക്കാം. ഗ്ലൂക്കോസ് എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഇസ് എന്താണ്? C6H12O6 അല്ലെ. ഇതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ അപ്പൊ എങ്ങനെ വരും? 6 കാർബൺ ഉണ്ട്. 6 into 12 പ്ലസ് 12 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് 12 അല്ലെ. 12 into 1 എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ഇപ്പൊ 12 ആണ്. ദെൻ 6 into 16 അല്ലെ. അപ്പൊ എത്ര വരും? എത്ര വരും എന്ന് പറഞ്ഞ എനിക്ക്. 166 അല്ലല്ലോ. ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. 166 ആണോ വരുന്നത്? ഒന്നും കൂടെ നോക്കിക്കേ. 6 into 12 എന്ന് പറയാൻ നേരത്ത് 72 എന്ന് വരും അല്ലെ. 6 into 12 72 അല്ലെ. 6 into 12 72. 72ന്റെ കൂടെ ഒരു 12. ദെൻ എന്താണ്? 16 into 6 എന്ന് പറയുമ്പോ എന്ത് വരും? 96. അപ്പൊ എത്ര വരും? 10. എത്ര വരും? 9 × 10 18. 180 എന്നാണ് വരുന്നത്. ഗ്ലൂക്കോസിന്റെ മാസ് is equal to 180. 180 അല്ലേ വന്നത്? എങ്ങനെ 166 ഒക്കെ വന്നു? യെസ്, 180 ആണ് വരുന്നത് അല്ലെ. C6H12O6 ആണ് ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസിന്റെയും ഷുഗറിന്റെയും മാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുകയാണ്. ഷുഗർ ആണെങ്കിൽ 342, ഷുഗർ ഇസ് 342, ഷുഗർ ഇസ് 342, ഷുഗർ ഇസ് 342, ഗ്ലൂക്കോസ് ഇസ് 180. ഗ്ലൂക്കോസ് ഇസ് 180. വെള്ളത്തിന്റെ എത്രയായിരുന്നു? വാട്ടർ ഇസ് 80. നമുക്ക് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഇവിടെ സി, നമുക്ക് ഇവിടെ എഴുതി വെക്കാം. വെള്ളം അല്ലെ, H2O നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും. വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, അതായത് H2O എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് 18 ആണ്. ഗ്ലൂക്കോസ് എടുത്തപ്പോ അതിന്റെ മാസ് എത്രയാണ്? ഗ്ലൂക്കോസ് എടുത്തപ്പോ അതിന്റെ മാസ് 180 ആണ്. സി, ഇത് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാം. ഓക്കെ, ഷുഗറിന്റെ അപ്പൊ എത്രയാണ്? 342 ആണ്. ഷുഗറിന്റെ ഇറ്റ് ഇസ് 342. ഇനി അടുത്ത ആള് നമുക്ക് നോക്കാം. What will be the molecular mass of sulfuric acid? സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് പറയൂ. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് പറയൂ. വാട്ട് ഇസ് ദ മോളിക്കുലർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് പറയൂ. സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് പറയൂ. വാട്ട് ഇസ് ദ മോളിക്കുലർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? വേഗം. സൾഫ്യൂരിക് ആസിഡിന്റെ സിമ്പിൾ എന്തായിരുന്നു? സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ്. സൾഫ്യൂരിക് ആസിഡ് ഇസ് നോൺ ആസ് ദ കിങ് ഓഫ് കെമിക്കൽസ്. കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത് ആരെയാണ്? ഇവിടെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പഠിക്കാം. കിങ് ഓഫ് കെമിക്കൽസ് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H2SO4 ആണ്. H2SO4 നമ്മൾ എന്താ വിളിക്കുന്നത്? കിങ് ആണ് അല്ലെ. കിങ് ഓഫ് കെമിക്കൽസ്. എന്തുകൊണ്ടാണ് നമ്മൾ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ആസിഡ്സിനെയും എന്താ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ആസിഡ്സിനെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കിങ് ഓഫ് കെമിക്കൽസ്. അത്രയും സ്ട്രോങ്സ്റ്റ് ആണ്. ഇനി
ക്വീൻ ഓഫ് കെമിക്കൽസ് എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? ക്വീൻ ഓഫ് കെമിക്കൽസ് ആരാണ്? ക്വീൻ. കിങ് ഉണ്ടെങ്കിൽ ഒരു ക്വീൻ ഉണ്ടല്ലേ. ആരാണ് ക്വീൻ? ക്വീൻ ഓഫ് കെമിക്കൽസ് ആരാണ്? അറിയോ നിങ്ങൾക്ക്? ക്വീൻ ഓഫ് കെമിക്കൽസ് ആരാണെന്ന് അറിയോ? HCl. അതെങ്ങനെയോ? HCl ഒന്നുമല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്നുമല്ല ക്വീൻ. കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. യെസ്, വെരി ഗുഡ്. ബെൻസീൻ ആണ്. ബെൻസീൻ ഇസ് നോൺ ആസ് ക്വീൻ ഓഫ് കെമിക്കൽസ്. ബെൻസീന്റെ സിമ്പിൾ എന്തായിരുന്നു? ബെൻസീന്റെ സിമ്പിൾ എന്തായിരുന്നു? C6H6. ബെൻസീൻ ആണ് ക്വീൻ ഓഫ് കെമിക്കൽസ്. ഓക്കെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് H2SO4 ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. സൾഫ്യൂരിക് ആസിഡ്, ഓക്കെ, 2 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് ഒരു സൾഫർ 32, പ്ലസ് 4 ഓക്സിജൻ. 4 into 6. ഓക്സിജൻ എത്രയാണ്? 16. 16 into 4 is 64. 64 plus 32 plus 2 34 അല്ലെ. അപ്പൊ 4 4 8, 6 3 9, 98. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ മോളിക്കുലർ മാസ് ഓഫ് S8? S8ന്റെ മോളിക്കുലർ മാസ് ആരാണ്? മോളിക്കുലർ മാസ് എന്താണ്? എത്രയാ വന്നത്? S8 എന്ന് പറയുമ്പോൾ സൾഫറസ് എത്രയാണ്? 32 ആണ് അല്ലെ. 8 into 32 ചെയ്താൽ മതി. എത്രയാ വന്നേ? ലാസ്റ്റ് 6ൽ തീരുന്ന ആൻസർ നോക്കിയാൽ മതി അല്ലെ. 256 അല്ലേ. നമുക്ക് ഇതിപ്പോ ഫുൾ ഡിവൈഡ് ചെയ്യേണ്ട, ഇത് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലാസ്റ്റ് വരുന്നത് 8 into 2 16, ലാസ്റ്റ് 6ലാണ് അല്ലെ. ഇത് ചെയ്യാൻ നേരത്ത് നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പർ ആണ്. ലാസ്റ്റ് 8 into 2 ചെയ്യാൻ നേരത്ത് ലാസ്റ്റ് വരുന്നത് 6 ആയിരിക്കും. സോ 6ൽ തീരുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. 256 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മള് ക്വീൻ ഓഫ് കെമിക്കൽസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ കിങ് ഓഫ് ആസിഡ്സും കിങ് ഓഫ് ബേസും കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. കിങ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ കിങ് ഓഫ് ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി കിങ് ഓഫ് ബേസ് അതാരാന്ന് പറയാമോ? കിങ് ഓഫ് ബേസ് ആരാണെന്ന് പറയാമോ? കിങ് ഓഫ് ബേസസിലെ കിങ് ആരാണ്? ബേസസിലെ കിങ് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. കിങ് ഓഫ് ബേസസ് ആയിട്ട് നമ്മൾ പറയുന്നത് NaOH ആണ് കേട്ടോ. യെസ്, NaOH ആണ് പറയുന്നത്. NaOH. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What will be the molecular mass of HNO3? HNO3യുടെ molecular mass കണ്ടുപിടിച്ചേ. HNO3യുടെ molecular mass കണ്ടുപിടിച്ചേ. HNO3യുടെ molecular mass എത്രയാ ആൻസർ വന്ന? ഓപ്ഷൻ എ. ഓക്കെ, നോക്കാം. ഹൈഡ്രജൻ 1, നൈട്രജൻ 14, ഓക്സിജൻ 3 into 16 അല്ലെ. 16 into 3 വരുന്നുണ്ട്. 63 ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. എയില് രണ്ടുപേർക്കും കിട്ടിയത് ഞാൻ ചെയ്തു നോക്കുന്നില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. 63 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് റിലേറ്റീവ് ഫോർമുല മാസ് ആണ്. അതായത് നമ്മൾ ഇത്ര നേരം പഠിച്ച മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ, ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടില്ലേ. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സിൽ ഞാൻ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്? ഇവിടെ നമ്മള് കൊവാലന്റ് കോമ്പൗണ്ട്സിനെയാണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൊവാലന്റ് കോമ്പൗണ്ടുകളെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തായിരുന്നു കൊവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രോൺസിന് തമ്മിൽ കൊവാലന്റ് കോമ്പൗണ്ട്സ് എന്താ ചെയ്യുക? ഇലക്ട്രോൺസിന് തമ്മിൽ
covalent compounds ഇലക്ട്രോൺസിനെ തമ്മിൽ ഷെയർ ചെയ്യും. യെസ്. അപ്പൊ കുവാലന്റ് കോമ്പൗണ്ട്സിനാണ് നമ്മൾ അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയാം. ഇനി കോമ്പൗണ്ടുകൾ അയണിക് ആണെങ്കിൽ അയണിക് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർമുല മാസ് എന്ന്. ഫോർമുല യൂണിറ്റ് മാസ് അല്ലെങ്കിൽ ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയണിക് കോമ്പൗണ്ട്സിന്റെ മാസ് രണ്ടും സെയിം തന്നെയാണ്, കാൽക്കുലേഷൻ ഒക്കെ ഒരുപോലെയാണ്. കോവാലന്റ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ അതിന്റെ മോളിക്കുലർ മാസ് എന്ന് വിളിക്കും. ഇനി ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിക് കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ മാസ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ പേരിട്ട് ഫോർമുല മാസ് എന്ന് വിളിക്കും. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? ഫോർമുല മാസ്. അപ്പൊ ഫോർമുല മാസ് നമുക്ക് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വാട്ട് ഇസ് ഫോർമുല മാസ് ഓഫ് NaCl പേടിക്കേണ്ട ആവശ്യമില്ല. ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോളിക്കുലർ മാസ് ആണ് ഈ ചോദിക്കുന്നത്. അയണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഫോർമുല മാസ് എന്ന് വിളിക്കുന്നു. അപ്പൊ സോഡിയം ഇസ് 23, കാൽസ്യം ഇസ് 35.5. അപ്പൊ എത്ര വരും? ഒരു 5 വന്നു, 8 വന്നു, 5, 58.5. NaCl എത്ര വന്നു? 58.5 വന്നോ? യെസ്, വെരി ഗുഡ്. 58.5. അടുത്ത ആള്. What will be the formula unit mass of calcium oxide? See, ഇത് പഠിക്കാത്ത ആൾക്ക് മനസ്സിലാവോ ഇത് മോളിക്കുലർ മാസ് ആണ് ചോദിക്കണമെന്ന്? ഇല്ല അല്ലെ. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇത് കെമിസ്ട്രി പഠിക്കാത്ത ആൾക്കാരും പണ്ടത്തെ ആ ഒരു ഓർമ്മ വെച്ച് ചിലപ്പോൾ എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഫോർമുല യൂണിറ്റ് മാസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് പേടിക്കും. അയ്യോ ഇതെന്താണോ? ഒന്നുമില്ല, മോളിക്കുലർ മാസ് തന്നെയാണ് ചോദിക്കുന്നത്. കാൽസ്യം ഓക്സൈഡ് ഒരു അയണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഫോർമുല യൂണിറ്റ് മാസ് എന്ന് അവര് ചോദിച്ചു. അപ്പൊ പറ, ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് കാൽസ്യം ഓക്സൈഡ് നോക്കിക്കേ. എന്താ വരുന്നത്? എത്രയാണ് വരുന്നത്? കാൽസ്യം ഓക്സൈഡിന്റെ ഫോർമുല അറിയണം അതിനല്ലേ. മാസ് എഴുതണമെങ്കിൽ ആദ്യം ഫോർമുല അറിയണേ. ഫോർമുല അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോർമുല എഴുതാൻ ഓൾറെഡി പഠിച്ചു അല്ലെ. കാൽസ്യം നമുക്ക് ഫോർമുല എഴുതാം. എനിക്ക് കാൽസ്യം ഓക്സൈഡിന്റെ ഫോർമുല അറിയില്ല എന്ന് വിചാരിക്കാം. കാൽസ്യം എഴുതി, ഓക്സിജൻ എഴുതി. കാൽസ്യം എത്രയാണ്? കാൽസ്യം ഇസ് അറ്റോമിക് നമ്പർ 20 ആണ്. 2882 ആണ്. അപ്പൊ എന്ത് വരും? +2 ചാർജിലാണ് ഇരിക്കുന്നത്. ഓക്സിജൻ ഇസ് അറ്റോമിക് നമ്പർ 8 ആണ്. 26 ആണ്. 2 ഇലക്ട്രോൺസ് വേണം. -2 ആണ്. ഇതിന്റെ വാലൻസി 2, ഇതിന്റെ വാലൻസി 2 ക്രിസ് ക്രോസ് ചെയ്തു അല്ലെ. അപ്പൊ എന്ത് വരും? Ca2O2. 2 കോമൺ ആണ്, വെട്ടിക്കളഞ്ഞു. CaO. കാൽസ്യം ഓക്സൈഡ് ആരാണ്? കാൽസ്യം ഓക്സൈഡിന്റെ കോമൺ നെയിം എന്തായിരുന്നു? വാട്ട് ഇസ് ദ കോമൺ നെയിം ഓഫ് കാൽസ്യം ഓക്സൈഡ്? കോമൺ നെയിം എന്തായിരുന്നു? ഇന്ന് നമ്മൾ പഠിച്ചതോ? കാൽസ്യം ഓക്സൈഡ് ഇസ് നോൺ ആസ് എന്ത് ലൈം എന്നാ വിളിച്ചിരുന്നത് കാൽസ്യം ഓക്സൈഡിനെ? യെസ്, ക്യുക്ക് ലൈം എന്നാ വിളിച്ചിരുന്നത്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ലൈം ആണ്. കാൽസ്യം ഓക്സൈഡ് ഇസ് ക്യുക്ക് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തായിരുന്നു? സ്ലീക്കഡ് ലൈം ആയിരുന്നു. അപ്പൊ നോക്കിക്കേ, കാൽസ്യം ഇസ് 40 ആൻഡ് ഓക്സിജൻ ഇസ് എത്രയാണ്? 16. അപ്പം 56 ഇസ് ദ ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് നോക്കിക്കേ, വാട്ട് വിൽ ബി ദ ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് കോപ്പർ സൾഫേറ്റ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കോപ്പർ സൾഫേറ്റിന്റെ മാസ് ചോദിച്ചു. കോപ്പറിന്റെ മാസ് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു ടഫ് ക്വസ്റ്റൻ ആയി അല്ലെ. കോപ്പറിന്റെ മാസ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതല്ല. നമുക്ക് പഠിച്ചു വെക്കണം എത്രയാണ് കോപ്പറിന്റെ മാസ് വരുന്നത്. എത്രയാണ് കോപ്പറിന്റെ മാസ് വരുന്നത്? 63.5 ആണ് കോപ്പറിന്റെ മാസ് വരുന്നത്. നമ്മളത് പഠിച്ചു വെക്കണം. പറയൂ. കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല അറിയില്ലേ? കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല അറിയില്ല എന്നുണ്ടോ? ലൈംസ്റ്റോണോ? കാൽസ്യം ഓക്സൈഡ് ലൈംസ്റ്റോൺ അല്ലാട്ടോ ആൻവൻ. കാൽസ്യം ഓക്സൈഡ് ഇസ് ക്വിക്ലൈൻ. ലൈംസ്റ്റോൺ ഇസ് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, മാറിപ്പോരുത്. ലൈംസ്റ്റോൺ ഇസ് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല അറിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോർമുല എഴുതി നോക്കും അല്ലെ. നമ്മൾ ഫോർമുല എഴുതി നോക്കാം. കോപ്പർ ഇസ് Cu. സൾഫേറ്റ് SO4 അല്ലെ. സൾഫൈറ്റ് ആണ്. സൾഫൈറ്റ് ആയിരുന്നെങ്കിലാണ് SO3 സൾഫേറ്റ്. അപ്പം സൾഫേറ്റ് കാർബണേറ്റ് രണ്ടാണ്. അപ്പൊ -2. കോപ്പർ എത്രയായിരിക്കും? +2 ഇരിക്കുക. ക്രിസ് ക്രോസ് ചെയ്യുക അല്ലെ. 2 2 ആണ് വാലൻസി. ക്രിസ് ക്രോസ് ചെയ്തു. 2 കോമൺ ആണ്, വെട്ടിപ്പോവും. CuSO4 ആണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന് ഒരു പേരുണ്ട്, അതറിയാമോ? കോപ്പർ സൾഫേറ്റ് ഇസ് ഓൾസോ നോൺ എസ് എന്താണ്?
കോപ്പർ സൾഫേറ്റിന്റെ പേര് അറിയാമോ? കോപ്പർ സൾഫേറ്റ് ഇസ് ഓൾസോ നോൺ ആസ്, അറിയോ? കോപ്പർ സൾഫേറ്റിന്റെ പേര് അറിയോ? 169.5 ആണോ? ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് നോക്കാം. കോപ്പർ സൾഫേറ്റിനെ ബ്ലൂ വിട്രിയോൾ എന്ന് വിളിക്കും കേട്ടോ. കോപ്പർ സൾഫേറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബ്ലൂ വിട്രിയോൾ. കോപ്പർ സൾഫേറ്റിന് വേറൊരു കോമൺ നെയിം ഉണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ബ്ലൂ വിട്രിയോൾ. കോപ്പർ സൾഫേറ്റിന് നല്ലൊരു ബ്ലൂ കളറാണ്, നല്ല ഭംഗിയുള്ളൊരു നീല കളറാണ്. അതുകൊണ്ടാണ് അതിനെ ബ്ലൂ വിട്രിയോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്ലൂ വിട്രിയോൾ എന്ന് വിളിക്കുന്നത് അതിനൊരു നീല കളർ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നോക്കി നോക്കാം. 63.5 ആണ് കോപ്പറിൻ്റെത്. സൾഫറിൻ്റെത് 32 ആണ്. ഓക്സിജന്റെ ഒരു ഓക്സിജന്റെ 16 ആണ്. 4 ഓക്സിജൻ 16 × 4 64 ആണ് വരുന്നത്. എല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ ഒരു 5 വരും. എത്ര വരും? 9 വരും. 115 ആണല്ലോ, 159 ആണല്ലോ എനിക്ക് വരുന്നത്. ഓപ്ഷൻ ഇ ആണല്ലോ എനിക്ക് വരുന്നത്. നിങ്ങൾക്ക് എത്ര വരുന്നത്? എവിടെ നിന്ന് 169 വന്നേ? 6 6 12, 12 3 15. 159 ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ടോട്ടൽ കോമ്പൗണ്ട് എടുക്കും നേരത്ത് നമ്മൾ പറയുന്ന കോമ്പൗണ്ട് എത്ര ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ എ കോമ്പൗണ്ട്. അതാണ് പെർസെന്റേജ് കോമ്പോസിഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ചില സമയത്ത് 75% ഡാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 90% ഡാർക്ക് ആയിരിക്കും. അങ്ങനെ അവർ ആ ഒരു പെർസെന്റേജ് പറയില്ലേ, വിച്ച് മീൻസ് അതിൽ എത്ര കൊക്കോ കണ്ടന്റ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ടോട്ടൽ ചോക്ലേറ്റ് എടുക്കുമ്പോൾ അതിന്റെ എത്ര ശതമാനമാണ് കൊക്കോ ഉള്ളത്, അതുപോലെയാണ് ഇത്ര പെർസെന്റേജ്. ലൈക്ക് മിക്ക സാധനങ്ങളിലും ആ ഒരു പെർസെന്റേജ് നമ്മൾ കാണിച്ചു തരും. ഇപ്പൊ എന്താ പറയാ, മോസ്റ്റ്ലി നിങ്ങൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക സാധനങ്ങൾ നോക്കിയാലും അതിൽ കാണാനായിട്ട് പറ്റും. അതാണ് അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ. അത് എത്രത്തോളം ഉണ്ട് അതിനകത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാം, നമുക്ക് പെർസെന്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ? വെള്ളത്തില് ഹൈഡ്രജന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വാട്ടറിന്റെ ഫോർമുല നമുക്കറിയാം, വാട്ടർ ഇസ് H2O അല്ലെ. അപ്പൊ അതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ 1 മോളിക്യൂൾ ഓഫ് H2O, ഒരു മോളിക്യൂൾ H2O ഞാൻ എടുക്കുമ്പോ അതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു മോളിക്യൂൾ H2O എടുക്കുമ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. ഒരു H2O എടുക്കുമ്പോൾ അതിനകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 ആണ് ഹൈഡ്രജന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് 1 മോളിക്യൂൾ. ഒരു H2O ടോട്ടൽ മാസ് എത്രയാ വരുന്നേ? H2O ടോട്ടൽ മാസ് എത്രയാ വരുന്നേ? പറഞ്ഞേ, ടോട്ടൽ മാസ് പറഞ്ഞേ. H2O ടോട്ടൽ മാസ് പറഞ്ഞേ. H2O ടോട്ടൽ മാസ് പറഞ്ഞേ. യെസ്, 18 ആണല്ലേ. 180 ആരായിരുന്നു? 180 ടോട്ടൽ മോളിക്കുലർ മാസ് 180 വരുന്ന ഒരാളെ നമ്മൾ പഠിച്ചു. ആരായിരുന്നു? 180 വരുന്ന ഒരാളെ നമ്മൾ പഠിച്ചു. ആരായിരുന്നു? ഇറ്റ് ഇസ് ഗ്ലൂക്കോസ്. യെസ്, മറക്കരുത്. ഇനി ഇതിനെ പെർസെന്റേജ് ആക്കണം അല്ലെ. അപ്പൊ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ എന്ത് വരും? 200 ഡിവൈഡഡ് ബൈ 18. അപ്പൊ എത്രയാണ് ആൻസർ വരിക? ഇറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വരിക എന്ന് പറഞ്ഞേ. 2 9s 18 ആണ്. 100 by 9 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 11.11% എന്ന് വരും. വന്നോ? 11.11 വന്നോ? വന്നില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ഓഫ് യൂറിയയിലുള്ള നൈട്രജന്റെ പെർസെന്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. സി, ഈ ക്വസ്റ്റ്യനിലും യൂറിയയുടെ ഫോർമുല തന്നിട്ടില്ലായിരുന്നു. സോ യൂറിയയുടെ ഫോർമുല നമ്മൾ പഠിക്കണം. NH2CO NH2 എന്നാണ്. നൈട്രജന്റെ പെർസെന്റേജ് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ആൻസർ പറഞ്ഞോ. എത്ര വരെ? യൂറിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് യൂറിയനെ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? യൂറിയയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. ആൻസർ കിട്ടിയോ? ഇല്ല. നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂറിയയിൽ എത്ര നൈട്രജൻ ഉണ്ടെന്ന് എണ്ണി നോക്കുക. 2 നൈട്രജൻ ഉണ്ട്. 1 നൈട്രജൻ, 2 നൈട്രജൻ. അപ്പൊ 2 നൈട്രജന്റെ മാസ് എത്ര വരും? 1 നൈട്രജന്റെ 14. 2 നൈട്രജന്റെ എത്ര വരും? 14 into 2. ദാറ്റ് ഇസ് 28 ആണ് നൈട്രജന്റെ മാസ് വന്നത്. ഇനി ടോട്ടൽ യൂറിയയുടെ മാസ് NH2CO NH2 ആണ് യൂറിയ. യൂറിയയുടെ ടോട്ടൽ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര വരും? 2 നൈട്രജൻ ഉണ്ട്, 28. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് 1 കാർബൺ ഉണ്ട്, 12. 1 ഓക്സിജൻ ഉണ്ട്, എത്രയാണ്? 16. എല്ലാം കൂടി കൂട്ടുമ്പോ എത്ര വരും? 16 4 20, 28 12 40. സോ 20 40 60 വന്നല്ലോ. 60 വന്നല്ലോ. യെസ്, 60 വന്നു അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പെർസെന്റേജ് ഓഫ് നൈട്രജൻ അല്ലെ. പെർസെന്റേജ് ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 60 into 100. അപ്പൊ എന്ത് വരും? 0 വെട്ടി, ഇവിടെ 5 ആക്കി, ഇവിടെ 3 ആക്കി. എത്രയാണ് വരിക? 46.67 എന്ന് വരും. 46.67 വന്നോ? സി, നമുക്ക് CBT 1 കാൽക്കുലേറ്റർ ഇല്ല, ബട്ട് CBT 2 കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, നിങ്ങള് എന്താ പറയാ, നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. CBT 2 കാൽക്കുലേറ്റേഴ്സ് നമ്മുടെ ഓൺലൈൻ കാൽക്കുലേറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും CBT 2. ഓക്കെ, CBT 1 നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് മാറ്ററിന്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്ററിനെ ഫിസിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? സോളിഡ്, അതേപോലെ എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്ററിനെ ഫിസിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററും നമ്മൾ പഠിച്ചു അല്ലെ. കെമിക്കലി എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇംപ്യൂർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. അല്ലെങ്കിൽ എന്താണ്? പ്യോർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ. പ്യോർ സബ്സ്റ്റൻസിൽ ആരൊക്കെ ഉണ്ട്? എലമെന്റുകളും കോമ്പൗണ്ടുകളും ഉണ്ട്. ഇനി ഈ എലമെന്റിൽ തന്നെ നമ്മൾ എലമെന്റ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരുന്നു? എലമെന്റ്സിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരുന്നു? എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? അതൊന്ന് പറ. എലമെന്റ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു എന്ന് പറ. എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, അതൊന്ന് പറ. ഏതൊക്കെയായിരുന്നു എലമെന്റ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്? ഏതൊക്കെയായിരുന്നു? മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതേപോലെ തന്നെ എന്താണ്? നോബിൾ ഗ്യാസ് അല്ലെ. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞ എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. യെസ്, അത് കഴിഞ്ഞ് കോമ്പൗണ്ട്സ് വന്നു. കോമ്പൗണ്ട്സിനെ നമ്മൾ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു? അയോണിക്കും കോവാലന്റ് അല്ലെ. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിന്റെ ഒരു സമ്മറിയാണ് ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ട് പറഞ്ഞു. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ. ഇനി മിക്സ്ചേഴ്സിനെ നമ്മൾ പറഞ്ഞു എന്താണ്?
ഹോമോജീനിയസും ഹെട്രോജീനിയസും ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ്? യൂണിഫോം കോമ്പോസിഷൻ ഉണ്ട് അല്ലെ. ഹോമോജീനിയസ് മിക്സ്ചർ ഹാസ് യൂണിഫോം കോമ്പോസിഷൻ. ഇനി ഹെറ്ററോജീനിയസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതിനൊരു യൂണിഫോം കോമ്പോസിഷൻ ഇല്ല. ഹോമോജീനിയസ് മിക്സ്ചർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മളുടെ എന്താണ്, ഫോർ എക്സാമ്പിൾ വെള്ളത്തില് ഷുഗർ ഇട്ടു. ഷുഗർ സൊല്യൂഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. എയർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഈ എയർ എന്ന് പറയുമ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട് ആണ് എന്ന് വിചാരിക്കുക. എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട് ആണെന്ന് വിചാരിക്കട്ടോ. അത് എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. എയർ മിക്സ്ഡ് വിത്ത് ഡേർട്ട്, പൊടിയുള്ള എയർ, അതെന്താണ്? ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ്. അതിനൊരു നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്. അതിലെന്താണ്? 2 or more ഫേസസ് ഉണ്ടാവും. ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് അങ്ങനത്തെ ആളുകൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം ഹോമോജീനിയസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ഫേസിലായിരിക്കും ഇരിക്കുക. ഹെറ്ററോജീനിയസ് ആണെങ്കിൽ എന്തുണ്ടാവും? പല പല ആൾക്കാരുണ്ട്. ഇപ്പം എയറും ഡേർട്ടും ഒക്കെ മിക്സ് ആകുമ്പോൾ അതില് ഗ്യാസ് ഉണ്ട്, സോളിഡ് പാർട്ടിക്കിൾ ഉണ്ട്, അങ്ങനത്തെ ആൾക്കാർ. അല്ലെങ്കിൽ ഇപ്പം സാൻഡും വാട്ടറും ആകുമ്പോഴും പല പല ഫേസസിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പം ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരാണ്? എയർ എടുത്തു കഴിഞ്ഞാൽ അതില് ഗ്യാസുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും സെയിം ഫേസിലാണ്. ഇനിയിപ്പം മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ, നമ്മൾ ആൽക്കഹോളും വാട്ടറും മിക്സ് ചെയ്യാൻ നേരത്തെ എന്താണ്? അവര് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തിരിക്കും. രണ്ടും വെള്ളമായിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചറിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്ക് അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാം. ഞാന് വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു? ആൽക്കഹോളിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ തിരിച്ച് എന്നെ വീണ്ടും ബാക്ക് ടു ആൽക്കഹോളും വെള്ളവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യൂ. പറ്റില്ല. ദേ ആർ രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പോയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിസിക്കൽ മെത്തേഡ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോമോ മീൻസ് സെയിം ആണ്, നമുക്കറിയാം. ഹോമോ മീൻസ് സെയിം ആൻഡ് ഹെറ്ററോ മീൻസ് ഡിഫറെന്റ്. പക്ഷെ ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാന് വെള്ളത്തില് കുറെ എന്ത് ചെയ്തു? കുറെ മണ്ണ് വാരി ഇട്ടു അല്ലെ, കുറെ സാൻഡ് ഒക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലി എന്ത് ചെയ്യാം? ഈ വെള്ളവും സാൻഡും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് among the following is not true for a mixture? മിക്സ്ചറിന് നോട്ട് ട്രൂ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് മിക്സ്ചറിന് ട്രൂ അല്ലാത്തത്? നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾസ്. ഏതാണ് ഇതിൽ ഫോൾസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് among the following is false? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഫോൾസ്. ഏതാണ് ഫോൾസ്? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ്? അപ്പൊ മിക്സ്ചർ ഹാസ് എ വേരിയബിൾ കോമ്പോസിഷൻ. മിക്സ്ചർ എടുത്താൽ ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. കോമ്പോസിഷൻ വേരിയബിൾ ആണ്. കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇഫ് ദ കോമ്പോസിഷൻ ഇസ് ഫിക്സ്ഡ് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇഫ് ദ കോമ്പോസിഷൻ ഇസ് ഫിക്സ്ഡ് we will call it എന്താ വിളിക്കുക? കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ മറന്നുപോയോ? ഓപ്ഷൻ സി ആണ് പറയുന്നത്. കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ കോമ്പൗണ്ട് എന്ന് വിളിക്കും അല്ലെ. ഞാൻ പറഞ്ഞു H2O നമ്മൾ എവിടെ നിന്ന് എടുത്താലും ഹൈഡ്രജനും ഓക്സിജന്റെയും റേഷ്യോ 2:1 ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ അല്ലെ. യെസ്. അപ്പൊ നോക്കുക, mixture does not show the properties of its components. Mixtures അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കില്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി നമുക്കൊന്ന് വായിച്ചു നോക്കാം. A mixture does not have fixed melting and boiling point. Obviously ഒരു മിക്സ്ചറിന് ഫിക്സഡ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മിക്സ്ചറിന് ഫിക്സഡ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ട്രൂ. സി ഓപ്ഷൻ എ ട്രൂ ആണ്.
മിക്സ്ചറിന് ഫിക്സ്ഡ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്താണോ ഉണ്ടാവില്ല എന്ന് പറയുന്നതും ശരിയാണ്. But mixture possesses the properties of its components. Mixture എടുത്താൽ അതിന് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. ട്രൂ ആണ്. ഓപ്ഷൻ ബി ആണ് ഫോൾസ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അല്ല. ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാല് അതിന് നമുക്കിപ്പം വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും 100°C ആണ്. വെള്ളം ഇസ് എ കോമ്പൗണ്ട് അല്ലെ. പക്ഷെ വെള്ളത്തില് ഞാന് മിക്സ്ചർ ആക്കി, വെള്ളത്തിൽ കുറച്ച് സാൻഡും കുറച്ച് സോയിലും കുറച്ച് ഗ്രാവലും ഒക്കെ വാരിയിട്ടു. ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഫിക്സ്ഡ് ആയിരിക്കും? ഇല്ല, ഇറ്റ് വേരീസ്. സോ ഒരു മിക്സ്ചറിന് ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഒന്നും ഇല്ല. പക്ഷേ ബി ആൻഡ് ഡി ഇസ് ഓപ്പോസിറ്റ്, റൈറ്റ്? യെസ്, ഇറ്റ് ഇസ് ഓപ്പോസിറ്റ്. നോക്കിക്കേ, ഡി എന്താ പറയുന്നേ? A mixture possesses the properties of its components. നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏതാണ് ഇതിൽ ഫോൾസ് ആയിട്ടുള്ള കാര്യം? മിക്സ്ചറിന്റെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം എയും സിയും ഡിയും കറക്റ്റ് ആണ്. അതായത് മിക്സ്ചർ എടുത്താൽ അതിന്റെ കോമ്പോസിഷൻ വേരിയബിൾ ആണ്. ദാറ്റ് ഇസ് ട്രൂ. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, ഫിക്സഡ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇല്ല, അതും ട്രൂ ആണ്. ഇനി ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും, അത് ട്രൂ ആണ്. മിക്സ്ചറിന് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇപ്പൊ ഞാന് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഞാൻ ഒരു മിക്സ്ചർ എടുത്തു. എന്താ ഇപ്പൊ ഒരു മിക്സ്ചർ പറയാം? ഞാൻ വെള്ളവും ആൽക്കഹോളും മിക്സ് ചെയ്തു അല്ലെ. നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ആൽക്കഹോളിന്റെയും വെള്ളത്തിന്റെയും ആ ഒരു മിക്സ്ഡ് ടേസ്റ്റ് ആണ് വരിക അല്ലെ. അത് അതിന്റെ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. പക്ഷെ ഓപ്ഷൻ ബി എന്താ പറയണത്? മിക്സ്ചർ ഡസ് നോട്ട് ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ്. അതിന്റെ കോമ്പോണന്റിന്റെ പ്രോപ്പർട്ടി അല്ല കാണിക്കുക, അതൊരു വേരിയബിൾ പ്രോപ്പർട്ടി കാണിക്കും എന്നാ പറയുന്നത്. ദാറ്റ് ഇസ് തെറ്റ്. അതാണ് നമ്മളുടെ ആൻസർ. ഏതാണ് ഫോൾസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഫോൾസ് ആണ്. ഓപ്ഷൻ ബി ഇസ് ഫോൾസ്. ബാക്കി എല്ലാവരും ട്രൂ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്ലൈഡ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൊല്യൂഷൻസും കൊളോയിഡ്സും സസ്പെൻഷൻസും ഒക്കെ എന്താണെന്ന് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇന്ന് പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സസിലെ ആണെങ്കിലും എന്ത് ഡൗട്ട്സ് ഇതുവരെ അപ് ടു ഇന്നത്തെ ദിവസം വരെ നമ്മൾ പഠിച്ച കെമിസ്ട്രിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇനി ഇങ്ങനെ കണ്ടിന്യൂഷൻ പോലെയാ പഠിച്ചു പോകുന്നത്. സോ ഇപ്പത്തെ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു എവ്രി വൺ. ഓക്കെ, താങ്ക് യു. 7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം.